வேதத்திலே ஒரு சின்ன வசனம் இருக்கிறது. அதனுடைய அர்த்தம் எப்படி என்று தெரியல. ஆனால் நான் இப்படி அதை மொழிபெயர்ப்பு செய்கிறேன். பிசாசு தணுப்பு തെരഞ്ഞു നടക്കുന്നു. ആമേൻ. ശത്രുവാനവൻ ആമേൻ കുളിർന്ന പകുതിയെ പാർത്ത് നടക്കുകയാണ്. അവന് തണുത്ത ഇടത്ത് കയറി പമ്മയിരിക്കും. അവൻ കുളിരാന ഇടത്തിലെ ആമേൻ அமைதியாயிருந்து கொண்டிருக்கிறான். അതുകൊണ്ട് തണുത്തിരിക്കരുത്. ஆகையினாலே குளிர்ந்த அனுபவத்தில் இருக்கக்கூடாது. എപ്പോഴും ചൂടായിരിക്കണം. எப்போதும் அனலுள்ளவர்களாயிருக்கணும். നമ്മൾ എപ്പോഴും ആത്മാവിൽ ചൂടുള്ളവരെ ஆவியிலே அனலுள்ளவர்களாயிருக்கணும். ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയുക. കരങ്ങളെ തട്ടി ആண்டവருக்கு നന്ദി செலுத்துவோமே. ഈ റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ ரோமருக்கு எழுதின நிருபம் 14வது அதிகாரம் அதனுடைய 17வது வசனத்தை வாசிப்போம். 16-17 அதனுடைய 16-17 வசனங்களை நாம வாசிப்போம். உங்கள் நன்மை தூசிக்கப்பட இடங்கூடாதிருங்கள். தேவனுடைய ராஜ்யம் புசிப்பும் குடிப்பும் அல்ல, அது நீதியும் சமாதானமும் பரிசுத்த ஆவியினால் உண்டாகும் சந்தோஷமாயிருக்கிறது. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞാട്ടെ. എല്ലാ ദൈവ പിള്ളകളും ഒന്നു കൂടെ ചൊല്ലുவோமே. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. தேவனுடைய ராஜ்யம் புசிப்பும் குடிப்பும் அல்ல. എല്ലാവരും പറഞ്ഞു. தேவனுடைய ராஜ்யம் புசிப்பும் குடிப்பும் அல்ல, அது நீதியும் சமாதானமும் பரிசுத்த ஆவியினால் உண்டாகும் சந்தோஷமுமாயிருக்கிறது. പരിശുദ്ധാത്മാവിൽ എന്തുകൊണ്ടെന്നാ പറഞ്ഞേ? பரிசுத்த ஆவியினால் என்ன உண்டு என்று சொன்னோம்? சத்தமா சொல்லுங்க. அப்ப சந்தோஷம் വരുമ്പോൾ മുഖം വികസിക്കും. ആമേൻ. സന്തോഷം വരുമ്പോൾ നമ്മുടെ മുഖത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. സന്തോഷം വരുമ്പോൾ ശരീരത്തിൽ ചലനങ്ങൾ ഉണ്ടാകും. സന്തോഷം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടാകും. നമ്മുടെ ശബ്ദത്തിற்கு മാറ്റം ഉണ്ടാകും. നമ്മുടെ ഈ മുഖത്ത് തന്നെ ആ സന്തോഷം പ്രകടമാകും. നമ്മുടെ മുഖത്തിലെ ആമേൻ அந்த സന്തോഷം വെളിപ്പെടും. അപ്പോൾ ചിരി വരും. ആമേൻ. அந்த നേരത്തിൽ ചിരിപ്പും. ആമേൻ. നമ്മുടെ ഈ ശരീരത്തിലെ ഈ എന്താ പറയുന്നത് ഞരമ്പുകൾ, ചെറിയ ചെറിയ സെല്ലുകളുണ്ടല്ലോ, ഞരമ്പുകൾ, ഇതെല്ലാം ത്രസിക്കും. ആമേൻ. നമ്മുടെ ശരീരത്തിൽ இருக்கிறதான നരമ്പുകൾ ആമേൻ ഉற்சாகമുള്ള നരമ്പുകളായി മാറും. ആ സമയം പ്രഷർ നോർമൽ ആകും. ആമേൻ. அந்த நேரத்திலே நம்முடைய மாமிசமானது ஆமென் நார்மல் அனுபவத்திலே கடந்து வரும். കൊളസ്ട്രോൾ നോർമൽ ആകും. ആമേൻ. നമ്മുടെ കൊളസ്ട്രോൾ ആമേൻ നോർമലായി വരും. നമ്മുടെ ഷുഗർ, ഡയബറ്റിക്സ് ആ ഏരിയ എല്ലാം നോർമൽ ആകും. ആമേൻ. നമുക്കുള്ള ഷുഗർ എല്ലാവറ്റും നോർമലായി മാറും. ഏറ്റവും വലിയ ഹാർട്ട് അറ്റാക്കിന്റെ ട്രീറ്റ്മെന്റ് ആണ് സന്തോഷം. ആമേൻ. ഏറ്റവും പെരിയ ആമേൻ ഹാർട്ട് അറ്റാക്ക് വരக்கூடிய അനുഭവത്തിലുള്ളവർക്ക് കൂടെ സന്തോഷം വരുമ്പോൾ അതൊരു മരുന്നായി മാറും. ആമേൻ. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിലെ സന്തോഷം. இதுதான் பரிசுத்த ஆவியானவர் நமக்கு கொடுக்கிற சந்தோஷம். ലോകത്തിലെ സന്തോഷം പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. உலகத்திலே சந்தோஷம் நம்முடைய வாழ்க்கையிலே பல பிரச்சனைகளை உண்டு பண்ணும். പരിശുദ്ധാത്മാവിലെ സന്തോഷം ഭയങ്കര റിസൾട്ട് ആണ്. பரிசுத்த ஆவியானவர் கொடுக்கிற சந்தோஷம் ஒரு மறுபடியை நமக்கு கொடுக்கும். അപ്പൊ നമ്മള് ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ ക്യാമറ കാണുന്ന പോലെ എല്ലാരും വന്ന് നോക്കും. நம்ம ஆராதனைக்கு கடந்து வருகிற நேரத்தில் இந்த கேமரா பார்க்கிறது போல ஆண்டவர் நாம் ஒவ்வொருவரையும் பார்த்து கொண்டிருக்கிறார். നമ്മുടെ മുഴുവൻ നമ്മുടെ അകവും പുറവും എല്ലാം കർത്താവ് നോക്കും. നമ്മുടെ ആമേൻ ഇന്നറയും നമ്മുടെ വെളിപ്പകുതിയെയും കർത്തർ பார்த்து கொண்டிருக்கிறார். നമ്മുടെ സന്തോഷത്തെ അവൻ സ്കാൻ ചെയ്യും, അളക്കും. നമ്മുടെ സന്തോഷமான சூழ்நிலைகளை அவர் அளவு பார்க்கிறார். ദൈവം നമുക്ക് ആയുസ് തന്നു. தேவன் நமக்கு ஆயுசை கொடுத்திருக்கிறார். സന്തോഷമുള്ളവർ കൈ കാണിച്ചേ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തുവോമേ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഇനി ആ സന്തോഷം മുഖത്തും ശരീരത്തിലും എല്ലാം പ്രകടമാകണം. ആമേൻ. இந்த സന്തോഷമാனது നമ്മുടെ മുഖത്തിലെ നമ്മുടെ ശരീരത്തിലെ വെളിപ്പെടും. ഇതാണ് ആരാധനയായി മാറുന്നത്. ആമേൻ. இதுதான் நம்முடைய வாழ்க்கையிலே ஆராதனையாய் மாற்றப்படுகிறது. ഒരുപാട് ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അനേക ഇടങ്ങളിലെ ഞാൻ பார்த்திருக்கிறேன். ആരാധന എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന സാധനമല്ല. ആമേൻ. ആരാധന എന്ന് ചൊല്ലக்கூடிയത് നാമ കവലയോട് ഇരിക്കக்கூடிയതാണ് ഒരു പൊരുൾ അല്ല. ആരാധന ആനന്ദത്തിന്റെ മറ്റൊരു പദമാണ്. ആമേൻ. ആരാധന എന്ന് ചൊല്ലக்கூடிയത് സന്തോഷത്തിനുடைய മറ്റൊരു പകുതിയായിരിക്കുന്നത്. ചുമ്മാ കുറെ പാട്ട് പാടി കുറെ കൈയടിക്കുന്ന ആരാധനയല്ല. അവൻ ചുമ്മാ ചില പാടലുകളെ പാടി കരമടിത്ത് കടന്നു ചെല്ലുவது ആരാധനയല്ല. വെറുതെ കുറച്ച് അന്യഭാഷ കിട്ടി അതിങ്ങനെ മുഖം എല്ലാം കൂടെ
ടെൻഷൻ അടിച്ച് വെറുതെ ഇങ്ങനെ പറയുന്നത് ആരാധനയല്ല. கொஞ்சம் அந்நிய பாஷையை ஆமென் பெற்றுக்கொண்டு அந்த அந்நிய பாஷையை வைத்து நம்முடைய முகங்களை ஆமென் வேறுபடுத்தி நாம பேசுகிறது ஆமென் பேசுகிற வார்த்தைகள் ஆமென் ஆராதனை அல்ல. ആരാധന സന്തോഷത്തിന്റെ പ്രകടനമാണ്. ஆமென் ஆராதனை என்று சொல்லக்கூடியது நம்முடைய வாழ்க்கையிலே சந்தோஷத்துக்கு அறிகுறியா இருக்கிறது. ആ ആരാധനയാണ് ദൈവം അക്സെപ്റ്റ് அந்த ചെയ്യുന്നത്. ஆராதனையை தான் ஆண்டவர் ஏற்றுக்கொள்ளுகிறார். ഈ വായിച്ച 17-ാം വാക്യത്തിന് തൊട്ടുമുകളിൽ ഒരു വാക്യം നമ്മൾ വായിച്ചു. இந்த வாசித்த 17வது வசனத்தினுடைய ஆமென் மேல் பகுதியை நாம வாசித்தோம். നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ஆமென் உங்கள் நன்மை தூசிக்கப்பட இடம் கொடாதிருங்கள். എന്റെ നന്മയാണ് പരിശുദ്ധാത്മാവ്. எனக்கு கொடுக்கப்பட்டிருக்கிற நன்மை தான் பரிசுத்த ஆவியானவர். നമ്മുടെ നന്മ എന്താണ്? പരിശുദ്ധാത്മാവാണ്. நம்முடைய நன்மை என்று சொல்லக்கூடியது பரிசுத்த ஆவியானவர். ആ പരിശുദ്ധാത്മാവിനെ വേറൊരാള് കുറ്റപ്പെടുത്തരുത്. அந்த பரிசுத்த ஆவியானவரை இன்னொரு மனிதன் துக்கப்படுத்த ஆமென் குற்றம் சொல்லக்கூடாது. ഇതെന്താണെന്ന് പറയരുത്. ஆமென் இது என்ன என்று சொல்லக்கூடாது. അവൻ ആശ്ചര്യപ്പെടണം. அவன் ஆச்சரியப்பட வேண்டும். അവന് കൊതി തോന്നണം. அவனுக்கு ஆமென் ஒரு விருப்பம் அவனுக்குள் கடந்து வர வேண்டும். നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എനിക്കൂടെ വേണം. ஆமென் உன்மேல் ஆமென் வெளிப்படுகிறதான பரிசுத்த ஆவியானவர் எனக்கும் தேவை என்ற ஒரு விருப்பம் அவனுக்குள் வர வேண்டும். നിന്നെ കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ എനിക്കൂടെ വേണം. ஆமென் உன்னை கண்ட்ரோல் பண்ணுகிற அதே பரிசுத்த ஆவியானவர் எனக்கும் தேவைப்படுகிறது என்று சொல்ல வேண்டும். അപ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് നാട്ടുകാർക്ക് ഭയങ്കര കൊതി ഉണ്ടാകണം. ஆமென் நமக்கு மேல் பரிசுத்த ஆவியானவர் வெளிப்பட்டு வருகிறதை பார்க்கிற தேசத்து நிவாசிகளுக்குள் ஒரு பெரிய விருப்பம் கடந்து வர வேண்டும். 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. 120 പേരുടെ மேல் பரிசுத்த ஆவியானவர் வெளிப்பட்டார். ആ ദേശത്തുള്ള മുഴുവൻ കൂട്ടങ്ങളും അവരുടെ അടുക്കലേക്ക് ഓടി വന്നു. அந்த தேசத்திலே வசித்த அத்தனை தேச நிவாசிகளும் அங்கே ஓடிக்கூடினார்கள். അവർ പറഞ്ഞു, എന്തുവാ നിങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നത്? ஆமென் இங்கே என்ன சம்பவிக்கிறது என்று கேட்கிறார்கள். നിങ്ങളെല്ലാം വലിയ ഹാപ്പിയാണല്ലോ. ஆமென் நீங்கள் சந்தோஷமா இருக்கிறீர்களே. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പിയാണ്. ஆமென் இவர்கள் ஆமென் 120 பேரும் ஆமென் நல்ல சந்தோஷமா இருக்கிறார்கள். വന്നവരാരും തിരിച്ചു പോകുന്നില്ല. ஆமென் கூடனே யாரும் அவர்கள் மடங்கி போகவில்லை. അവർ പറഞ്ഞു, ഞങ്ങളെ കൂടെ കൂട്ടാമോ? ஆமென் எங்களை கூட சேர்த்துக் கொள்ளுங்கள் என்று சொல்லுகிறார்கள். സീക്രട്ട്, നിങ്ങളുടെ നടുവിലെ സീക്രട്ട് എന്താണ്? ஆமென் உங்களுக்குள் என்ன சீக்ரெட் இருக்கிறது என்று അവർ கேட்கிறார்கள். പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നു. பரிசுத்த ஆவியானவர் எங்களுக்குள் வந்திருக்கிறார் என்று சொல்லுகிறார்கள். പരിശുദ്ധാത്മാവ് വന്നാൽ ഇങ്ങനെയൊക്കെയാണോ? பரிசுத்த ஆவியானவர் வரும்போது இப்படி ஆகுமா? 10,000 ജനമാണ് ഓടി വന്നത്. ஆமென் 10,000 ஜனங்கள் கூடினார்கள். ഇതൊക്കെ നടക്കുമ്പോഴും മറ്റു ഭാഗത്ത് മറ്റു പലതും നടക്കും. ஆமென் இது நடந்து கொண்டிருக்கும் போது மற்ற பகுதிகளில் வேறு சில பாகங்கள் நடக்கும். കുറച്ചുപേർ ഓടി വന്നു. ஆமென் கொஞ்சம் பேர் ஓடி கூடினார்கள். അയ്യേ, ഇതാണോ പരിശുദ്ധാത്മാവ്? ஆமென் இதுதான் பரிசுத்த ஆவியா என்று கேட்கிறார்கள். ഇതൊക്കെ കള്ളു കുടിച്ചിട്ട് ആടുകയാണ്. ஆமென் இது மது அருந்திக் கொண்டு ஆமென் இவர்கள் ஆடுகிறார்கள் என்று சொல்லுகிறார்கள். ഭ്രാന്തന്മാരുടെ പരിപാടിയാണ്. ஆமென் இது பைத்தியக்காரர்களுடைய പരിപാടി என்று சொல்லுகிறார்கள். അവിടുന്ന് ചിലര് തിരിച്ചുപോയി. ஆமென் அங்க கூடினதிலே சிலர் ஆமென் திருப்பி கடந்து போனார்கள். 100 പേര് വന്നപ്പോൾ ഒരാള് തിരിച്ചുപോയി കാണും. ஆமென் 100 பேர் கடந்து வந்தார்கள் என்று சொன்னால் ஒரு நபர் ஒருவேளை திருப்பி கடந்து போயிருக்கலாம். 99 പേരും അവരുടെ കൂടെ കൂടി. ஆமென் 99 பேர் அவர்களோடு இணைந்து கொண்டார்கள். അതാണ് പരിശുദ്ധാത്മാവ്. அதுதான் பரிசுத்த ஆவியானவர். ഞാൻ പറഞ്ഞു, ഈ ദേശം മുഴുവൻ നിങ്ങളുടെ അടുക്കൽ കൂടി വരട്ടെ. இந்த தேசம் முழுவதும் உங்களுடைய ஆலயத்திலே கூடுவார்களாக. അതുപോലെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. அப்படிப்பட்ட ஆமென் ஒரு அபிஷேகம் நமக்குள் வியாபரிக்கட்டும். അതല്ലേ ശരി? அதுதானே ஆமென் சரி. ஆமென். ഞാൻ കള്ളം പറഞ്ഞു പാസ്റ്റർ? நான் ஏதாவது போய் சொன்னேனா? പാസ്റ്റർ, ഞാൻ റോങ് ടീച്ചിങ് ഇത്? ഇസ് ഇറ്റ് റോങ് ടീച്ചിങ്? இல்ல அல்ல, எனக்கு தோணு நீ பொழி சொல்றது கேரளாவில் வந்தது எற்கட இந்த மாதிரி பேசுற. ஆமென் நான் நினைக்கிறேன் ஆமென் பொய் சொல்லுகிறேன் என்று சொல்லி എനിക്ക് അങ്ങനെ തോന്നുന്നു. எனக்கு அப்படி தோன்றுகிறது. അവനെ പറഞ്ഞു വിട്ടിട്ട് വേറെ പാസ്റ്ററെ കൊണ്ടുവാ, വേറെ ஆமென் இவரை சொல்லி விட்டுட்டு இன்னொரு செய்தியாளரை கொண்டு வாருங்கள் என்று. ഓക്കേ, அந்த இந்த செய்தியை கேன்சல் ചെയ്യാം. ஆமென் இந்த செய்தியை கேன்சல் பண்ணுவோம். ഇതല്ല ശരി, ഞാൻ പറഞ്ഞതല്ല ശരി. ஆமென் நான் சொன்னதுதானே உண்மை. വേറെ என்ன വേണം? ஆமென் வேற என்ன தேவைப்படுகிறது? ഓക്കേ, செய்தியை சேஞ்ச் ചെയ്യാം. செய்தியை சேஞ்ச் ചെയ്യാം. ஆமென் செய்தியை நாம மாற்றுவோம். നമ്മൾ എല്ലാവരും ചത്തുടുവേ சொல்லு. சரி, இட்ஸ் கரெக்ட். பர ചത്തുപോകും നമ്മളെല്ലാം. ஆமென் நாம எல்லாம் ஆமென் மரித்து போவோம். സന്തോഷമുള്ളവർ കരമുയർത്തി സ്തുതിക്ക. சந்தோஷமுள்ளவங்க கரங்களை உயர்த்தி துதிப்போம். പിന്നെ എന്നെ പറയണോ? പിന്നെ நான் என்ன சொல்லணும்? എടാ, ഇത്ര വലിയ സത്യത്തെ ചൊന്നിട്ടും സന്തോഷമില്ല. ஆமென் இவ்வளவு பெரிய சத்தியத்தை பகிர்ந்து கொண்டும் சந்தோஷம் இல்லை. പാസ്റ്റർ മരിക്കുവോ? பாஸ்டர் மரிப்பீங்களா? செத்து போவீங்களா? നമ്മൾ ചാവും. ஆமென் நாம ஒவ்வொருவரும் மரிப்போம். எப்ப மரிக்கும் அறியத்தில்ல. எப்போது மரித்து போவோம் என்று தெரியாது. எങ്ങനെ மரிக்குவது அறியத்தில்ல. எப்படி மரிப்போம் என்று தெரியாது.
നമുക്കാർക്കും മരിക്കുന്നത് ഇഷ്ടമല്ല. ആമേൻ. നമുക്ക് ആർക്കും ആമേൻ സത്തുപോകുന്നത് വിരുപ്പമില്ല. പക്ഷെ നമ്മുടെ പിള്ളേരോടൊക്കെ ഒരു സമയമാകുമ്പോ ചോദിക്കണം. നമ്മുടെ പിള്ളേകളിടത്തിലെ ഒരു ടൈം ആകുമ്പോൾ കേൾക്കണം. നമ്മൾ ഈ പ്രായമൊക്കെ ആകുമ്പോഴേ ആമേൻ നാം വയതാകുമ്പോൾ അങ്ങ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആമേൻ നാം മറ്റുള്ളവർക്ക് ആമേൻ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അങ്ങ് ഒരു കട്ടിലേക്ക് കിടക്കുക, ഒരു ആമേൻ കട്ടിലെ പടുത്തിരിപ്പം, യൂറിൻ ബാഗ് വെക്കുക, ആമേൻ യൂറിൻ ബാഗ് വയ്പ്പാங்க, പാമ്പർ വെക്കേണ്ടി വരിക, ആമേൻ പേമ്പർ വയ്ക്ക വേണ്ടിയ ഒരു സൂழ்நிலை ഉരുവാകുന്നത്, സൗണ്ട് ഉണ്ടാക്കേണ്ടി വരിക, ആമേൻ ഒരു ശബ്ദം ഉരുവാക്ക വേണ്ടിയ സൂழ்நிலை വരുகிறது. എന്റെ മദറിലോ എന്റെ വീട്ടിലുണ്ടായിരുന്നു വർഷങ്ങളോളം. என்னுடைய மாமி என்னுடைய இல்லத்தில் இருந்தார்கள் ஆண்டுகளாய். എന്റെ ഓപ്പോസിറ്റ് റൂമിലാണ്. ആമേൻ எனக்கு ആമേൻ എതിരിൽ இருக்கக்கூடிய റൂമിൽ ஐயோ ஓடிவாயோ என்று சொல்லுகிற சத்தம் இரவிலே ஆமேன் எழுப்பிக் கொள்ளுவார்கள். ஓடி சொல்லு, என்னம்மா? நாங்கள் என்ன என்று கேட்டு ஓடி கடந்து போவோம். எனக்கு யாரும் ஒன்றும் தரவில்லையே என்று சொல்லுவார்கள். டியூப் விட்டு சாப்பாடு கொடுக்கிறது. ஆமேன் மூக்குல டியூப் போட்டு ஆமேன் ஆகாரத்தை கொடுத்து கொண்டிருக்கிறோம். அம்மே மிண்டாதிருக்க. ஆமேன் அம்மே பேசாம இருங்க. ஐயோ ஐயோ ഭയങ്കര ബഹളമാണ്. ആമേൻ പെരിയ ശബ്ദം ഉണ്ടാക്കുന്ന അനുഭവം. അതെന്റെ അമ്മയാണ്. ആമേൻ എന്നുடைய തായ്. അവര് നല്ല മിടുക്കിയായ നോർമൽ അമ്മയാണ്. ആമേൻ നല്ല ഒരു ആമേൻ നല്ല തിടകാത്തുരமான ഒരു നോർമൽ നിലയിൽ இருக்கிற തായ്. പക്ഷെ പ്രായമായി അസ്വസ്ഥതയായി. ആമേൻ വയതാനത് ആമേൻ ചില സൂழ்நிலைகள் ഉരുവാനത്. ഒരു 74 വയസ്സേ ഉണ്ടായിരുന്നു. 74 വയസ്സ് താൻ ഇരിക്കും. നല്ല പയറു. ഇവിടെ അമ്മയെ കൊണ്ട് നിർത്തിയാൽ ഇതുപോലെ ആരാധിക്കാൻ വേറെ ആരും കാണത്തില്ല. അതുപോലെ നിന്ന് ആരാധിക്കും. അതുപോലെ இந்த ஸ்தானத்திலே தாயை கொண்டு வந்து நிறுத்துவோமானால் அவர்களை போல ஆராதிப்பதற்கு யாரும் இருக்க மாட்டார்கள். அந்த அளவில் ஆராதிக்கக்கூடியவர்கள். അത്ര ഉത്സാഹമായി നടന്നവരാണ്. அவ்வளவு உற்சாகமாய் ஆமென் நடந்தவர்கள். പെട്ടെന്ന് പ്രഷർ ഹൈ ആയി വീണ് ഒരു സൈഡ് പാരലൈസ് ആയി പോയി. ஆமென் பிரஷர் கையானது ஆமென் ஒருபுறம் ஆமென் பக்கவாதத்தினாலே பாதிக்கப்பட்டது. ഒത്തിരി അസ്വസ്ഥയായി പോയി. ஆமென் இப்படி படுக்கையில ஆகிவிட்டார்கள். പിന്നെ சாப்பாடு കഴിക്കാൻ പറ്റാതായി. சாப்பிட முடியாத சூழ்நிலை உருவானது. ട്യൂബിൽ കൂടെ കൊടുക്കാൻ മേലാണ്ടായി. ട്യൂബിൽ കൂടെ കൊടുക്ക முடியாத സൂழ்நிலை ഉരുവാനത്. നല്ല സ്ട്രോങ് ബോഡി ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി എല്ല് പോലെ. நல்ல பலனுள்ளதான சரீரமானது ஒவ்வொரு நாள் ஆமென் அது குறைந்து குறைந்து அது ஆமென் எள்ளு போல மாற்றப்பட்டது. அவருடைய சப்தம் താണ് 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 ഇല്ലാതെയായി. அவருடைய சப்தமானது ஆமென் தாழ்த்தப்பட்டு தாழ்த்தப்பட்டு அது இல்லாமல் ஆயிற்று. എന്റെ വൈഫ് എന്നോട് പലവട്ടം പറഞ്ഞു. என்னுடைய மனைவி என்னிடத்திலே ஆமென் பலமுறை சொன்னார்கள், അമ്മേ ദൈവം എടുക്കാനൊന്ന് പ്രാർത്ഥിക്കാമോ? അമ്മയെ ആമേൻ ദേവൻ ഏറ്റുകൊള്ളുവதற்காയി ജപിപ്പീர்களா? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ വയ്യ. ആമേൻ எனக்கு அப்படி ஜெபிக்க முடியாது. പക്ഷെ അമ്മ കിടന്ന് നരകിക്കുകയാണ്. ആമേൻ അമ്മ നല്ല വേദனைப்படுகிறார்கள். ഇവിടെ എല്ലാം പൊട്ടി. ആമേൻ മുതുക് പകുതിയെല്ലാം ആമേൻ പുണ്ണിനാൽ നിരപ്പപ്പെട്ടത്. മനുഷ്യ ശരീരം എത്ര ദണ്ഡിക്കപ്പെടാമോ ഇങ്ങനെ ദണ്ഡിക്കപ്പെടുക. ഒരു മനുഷ്യനുடைய ശരീരം എപ്പോഴെല്ലാം കായപ്പെടുത്തപ്പെட முடியுமோ அந்த அளவுக்கெல்லாம் காயப்படுகிறார்கள். എന്നെ പലരും പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടുണ്ട്. என்னை அநேகர் ஜெபிப்பதற்காய் அழைத்திருக்கிறார்கள். എന്നെ ഒരു ആന്റി ഒരിക്കൽ പണ്ട് എന്നെ വിളിച്ചു. ആമേൻ മുന്നാടി ഒരു ആമേൻ ആന്റി என்னை ஜெபிப்பதற்கு அழைத்தார்கள். പക്ഷേ ഞാൻ ഒരു ദർശനം കണ്ടു. நான் ஒரு தரிசனத்தை பார்த்தேன் என்று சொன்னார்கள். എന്റെ ഹസ്ബൻഡ് അല്പം അസുഖമായിട്ട് കിടക്കുകയാണ്. ആമേൻ ഹസ്ബൻഡ് ആമേൻ என்னுடைய புருஷனார் ആമേൻ പശുവായി இருக்கிறார்கள். അസുഖമായിട്ട് രോഗിയാണ്. ആമേൻ വ്യാധിയായി இருக்கிறார்கள். അവൻ കിടപ്പുകയാണ്. ആമേൻ പടുക്കയിലായി இருக்கிறார்கள். പാസ്റ്റർ വരുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുന്നതായിട്ട് ഞാൻ ദർശനം കണ്ടു. ആമേൻ പാസ്റ്റർ കടന്നു വരുമ്പോൾ അവர்கள் எழும்பி இருக்கிறதாய் நான் தரிசனம் பார்த்தேன். പലവട്ടം വിളിച്ചു. ഞാൻ ഒരു ദിവസം അവിടെ ചെന്നു. ആമേൻ പല നാൾകൾ അழைத்து நான் ഒരു നാളിലെ அந்த இல்லத்திலே கடந்து போனேன். ഞാൻ ചെന്നപ്പോൾ ഒരുപാട് മക്കളും ബന്ധുക്കളും ഒക്കെ അവിടെയുണ്ട്. நான் அங்கே கடந்து போனபோது अनेक பிள்ளைகள் ஆமேன் சொந்தக்காரர்கள் அங்கே கூடி இருக்கிறார்கள். എന്നെ ഉള്ളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആമേൻ എന്നെ അറയിലെ കൊണ്ടുപോனார்கள். ഞാൻ ചെന്നപ്പോ ഹസ്ബൻഡ് അവിടെ കിടക്കുകയാണ്. நான் அங்கே கடந்து சென்றபோது ஆமேன் புருஷன் அங்கே படுத்திருக்கிறார். ഒരു ഇത്രയും വണ്ണം കാണുമോ മനുഷ്യന്? ஆமேன் அந்த மனிதன் ஆமேன் சின்ன வண்ணத்தில் இருக்கிறார். ഒരു ശബ്ദം പോലുമില്ല. ஆமேன் சத்தம் ஒன்றும் இல்லாத அனுபவத்தில் படுத்திருக்கிறார். ഭയങ്കര ഏത് സമയവും മരിച്ചു പോകും. எந்த வேளையிலும் மரித்து போகலாம் அந்த சூழ்நிலையிலே படுத்திருக்கிறார். അപ്പൊ അമ്മ ആന്റി പറയുന്നത് ഭർത്താവ് എഴുന്നേക്കാൻ പോവാണ്. ஆமேன் இந்த ஆண்டி சொல்றாங்க என் புருஷன் எழும்ப போகிறார். പാസ്റ്റർ പ്രാർത്ഥിക്കണം. ஆமேன் பாஸ்டர் ஜெபிங்க. ഞാൻ അവിടെ നിന്ന് പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ஆமேன் நான் அந்த இடத்துல நின்று ஆமேன் சின்னதாய் ஜெபிக்க ஆரம்பித்தேன். എന്റെ പൊന്നു കർത്താവേ, ஆண்டவரே, ഞാൻ ഇവിടുന്ന് ഇറങ്ങി അങ്ങ് താഴെ ചെന്നിട്ട് ഈ മനുഷ്യനെ എടുക്കാവേ.
ஆமென். நான் இந்த இடத்துல இருந்து ஆமென் கொஞ்சம் தாள கடந்து போனதுக்கு அப்புறம் தான் இந்த மனிதனுடைய ஜீவனை எடுத்துக்கொள்ள வேண்டும் ஆண்டவரே. എനിക്കറിയാം അടുത്ത നൊടി നേരത്തിൽ ഈ മനുഷ്യൻ മരിച്ചു പോകും. ஆமென். எனக்கு தெரியும் அடுத்த சில நொடிகளிலே இந்த மனிதன் மரித்து போவான். കാരണം ഇനി അവൻ എഴുന്നേറ്റാലും നടക്കக்கூடாതെ അതുപോലുള്ള ഒരു ശരീരം ഇല്ല. ஆமென். இனி அந்த மனிதன் எழும்பினாலும் நடக்க முடியாது, அந்த அளவுக்கு அவனுடைய சரீரம் மாற்றப்பட்டிருக்கிறது. அப்ப ஆண்டி என்ன பண்ணுது? ஜெபம் பண்ணு. ஆமென். அந்த ஆண்டி சொல்றாங்க ஜெபியுங்கள் என்று. ഞാൻ കൈ വെച്ച് நான் கரங்களை வைத்தேன். ഞാൻ പോകുന്നവരെ തുടരുതേ കർത്താവ്. அவன் நான் ஆண்டவரிடத்துல சொன்ன நான் போகிறது வரை இவரை தொடக்கூடாது ஆண்டவரே. പെട്ടെന്ന് കൈ വെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കടന്നു കളഞ്ഞു. அவன் அங்க இருந்து ஜெபித்து விட்டு அவன் பைக்கை ஸ்டார்ட் பண்ணி அவன் கடந்து போனேன். എനിക്ക് ഭയങ്കര ടെൻഷനായി. எனக்கு அவன் டென்ஷன் ஆகி மாறினது. പോകും വഴി എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. நான் போகிற வழியிலே என் நண்பனுடைய இல்லத்திலே போய் அவன் ரெஸ்ட் எடுத்தேன். അവൻ തിരിച്ച് ഞാൻ സിറ്റിയിലേക്ക് വരുമ്പോൾ திருப்பி சிட்டியில கடந்து வரும்போது ഒരു ജീപ്പിലെ ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഒരു ജീപ്പിലെ ആൾക്കാർ പോകുന്നു. அவன் ஜீப்ல டெட் பாடி எடுத்துக்கொண்டு அவன் கடந்து போகிறார்கள். ആ ജീപ്പിന്റെ വെളിയിലോട്ട് ഇങ്ങനെ കാല് തുണി വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. அவன் ஜீப்புக்கு வெளியில காலை துணியினாலே கட்டப்பட்டு அவன் வைத்திருக்கிறார்கள். അവൻ ലൈറ്റ് ഇട്ട് വരുന്നതുകൊണ്ട് ഞാൻ സൈഡ് കൊടുത്തു. அவன் லைட் இட்டு வருகிறபடினாலே நான் சைடு கொடுத்தேன். ജീപ്പ് പതുക്കെ പാസ് ചെയ്തു പോയി. அவன் ஜீப் பாஸ் பண்ணி கடந்து போனது. ഇത് മാതിരി ഒരു പയ്യൻ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. அவன் இதே போல ஒரு சின்ன பையன் அங்க இருக்கிறான். അവൻ പറഞ്ഞു ദോ പാസ്റ്റർ, ജപം பண்ணிட்டு പോയ പാസ്റ്റർ. அவன் சொல்லுகிறான் அதோ ஜெபித்து கொண்டு கடந்து போன பாஸ்டர் என்று சொல்லி. അയ്യോ ഞാൻ ബൈക്ക് തിരിപ്പി ഓടി. நான் பைக்கை திருப்பி கடந்து போனேன். ഞാൻ പറഞ്ഞു പാസ്റ്റർ இந்த மாதிரி ചാകാൻ പോകുന്നിടത്തൊരിടത്ത് എന്നെ വിടരുത്, ഒന്നുകിൽ ഉയർപ്പിക്കണം, അതല്ലെങ്കിൽ എന്നെ വിടരുത്. அவன் நான் தேவ சமூகத்தில் சொன்ன ஆண்டவரே அவன் இது போல கிடக்கிற இடத்துல என்னை அனுப்பக்கூடாது, அவன் நான் கடந்து போவேன், ஆனால் அந்த மனிதன் உயிரோடு எழும்ப வேண்டும் என்று അല്ലെങ്കിൽ സൗഖ്യമാകണം. அவன் எல்லாம் இது விடுதலையாக வேண்டும். ഒരു പ്രായമായ എല്ലാ മനുഷ്യനും മരിക്കും. அவன் ஒரு வயதாகும் போது எல்லா மனிதர்களும் மரித்து போவார்கள். സ്വന്തം മക്കൾ വരെ പറയും കർത്താവേ എടുത്തോണേ. அவன் சொந்த பிள்ளைகள் கூட சொல்லுவாங்க ஆண்டவரை எடுத்துக்கொள்ளுங்க ஆண்டவரே. അങ്ങനാണ് ഈ ഭൂമിയിൽ ലോകവും മനുഷ്യരും. அப்படித்தான் இந்த பூமியும் உலகமும் மனிதர்களும். ഓ ഇതൊരു വലിയ ലോകമാണ്. ஆமென். இது ஒரு பெரிய உலகமாய் இருக்கிறது. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മരിക്കും നിശ്ചയം. நாம் எல்லா தேவ பிள்ளைகளும் மரிப்போம், அது நிச்சயம். ആർക്കും ഭാരമാകരുത്. ஆமென். யாருக்கும் வேதனையாய் மாறக்கூடாது. നമ്മൾ കട്ടിലിൽ കിടന്ന് മക്കൾക്ക് ഒരു വേദനയാകരുത്. ஆமென். நாம படுக்கையிலே ஆயிருந்து பிள்ளைகளுக்கு ஒரு வேதனையாய் மாறக்கூடாது. അവൻ ഞാൻ ഒത്തിരി സ്നേഹിച്ച എന്റെ പഗ് ഡോഗാണ് എന്റെ കയ്യിലിരുന്ന് പടഞ്ഞു മരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ஆமென். நான் அதிகமாய் நேசித்த ஆமென் ഒരു പഗ് ஆமென். நான் அதிகமாய் நேசித்த ஒரு நாய் தான் ஆமென் என்னுடைய கரத்தில் இருந்து பிடைந்து மரித்தது. പാസ്റ്റർക്ക് പഗ് എന്നാന്ന് അറിയത്തില്ല, നായ മട്ടും അറിയും. ദൈവമേ പാസ്റ്റർക്ക് ഒരു പഗ് നായെ കൊടുക്കണമേ. അത് നല്ലൊരു പട്ടി, നല്ല നായ, ചെറിയ വോഡാഫോണിന്റെ നായ. അത് റോഡിൽ നിന്ന് മുറ്റത്തുനിന്ന് വെളിയിലോട്ടിറങ്ങി എൻ്റെ വീട്ടിൽ വെള്ളം അടിക്കാൻ വന്ന ലോറി തട്ടി ലോറിയുടെ അടി കയറി എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അത് പടഞ്ഞു മരിച്ചു. ഓക്കെ പറയണ്ട, അവർക്ക് ദേ നോസ് ദാറ്റ്. സോ പിന്നെ ഞാൻ ഓർത്തു, ദൈവമേ അവനെ ഇവിടെ ഇതിലെ വണ്ടി കയറി അവനെ എക്സ്റേ ഒക്കെ എടുത്ത് ട്രീറ്റ് ചെയ്യാൻ വീട്ടിൽ കൊണ്ടുവന്നാലും അവൻ കിടന്നു പോകും. കിടന്ന് നരകിക്കാതെ പോയല്ലോ, അത്രയും സന്തോഷമുണ്ട്. somebody say hallelujah. சொல்லுங்க hallelujah. നമ്മൾ ആരും ആർക്കും ഭാരമാവരുത്. நாம யாரும் யாருக்கும் வேதனையாய் மாறக்கூடாது. ആർക്കും നമ്മൾ തലവേദനയാകരുത്. நாம யாருக்கும் தலைவலியாய் மாறக்கூடாது. ഉള്ള സമയം സന്തോഷിക്കണം. ஆமென். இருக்கிற நேரத்திலே சந்தோஷப்படுவோம். പാട്ടുകൾ സന്തോഷിക്കാനുള്ളതാണ്. ஆமென். பாடல்கள் நாம சந்தோஷப்படுவதற்குள்ளது. മുഖം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത്. ஆகையினாலே முகத்துல டென்ஷனோடு இருக்க கூடாது. ഫ്രീ ആയിട്ടിരിക്കണം. ஆமென். ஃப்ரீயா உட்கார்ந்திருங்க. ചർച്ചിൽ വന്നതിന് ഒരു സന്തോഷം ഉണ്ടായിരിക്കും. ஆலயத்திலே கடந்து வந்ததிலே ஒரு சந்தோஷம் உண்டாயிருக்க வேண்டும். ഒന്ന് സന്തോഷത്തോടെ തീരുതേ. കമോൺ കമോൺ. சந்தோஷத்தோட உட்காருங்களே. ഓ താങ്ക് യു. ഐസിയുവിലൊന്നും കൊണ്ടിട്ടില്ലല്ലോ കർത്താവേ. ആമേൻ. ആണ്ടവർ ഐസിയുവിലെ ഒന്നും നമ്മളെ കൊണ്ടുപോകാൻ അനുവദിക്കല്ലേ. ഞങ്ങൾ ട്വിൻസ് ആണ്. എന്റെ ബ്രദറിന്റെ ഫാദറിലോ ഈയിടെ ഐസിയുവിലായിരുന്നു. ആമേൻ. என்னுடைய சகோதரனுடைய மாமன் அவர் ஆமேன் ஐசியூல இருந்தாங்க. അവര് മക്കൾ മുഴുവൻ ഐസിയുവിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ആമേൻ. അവരുടെ பிள்ளைகள் எல்லாம் ஐசியூக்கு வெளியில ஆமேன் നൈറ്റ് മുഴുവൻ വെയിറ്റ് ചെയ്യുകയാണ്. ആമേൻ. இரவு முழுவதும் அங்க ஆமேன் காத்திருக்கிறார்கள். നമ്മളെയൊക്കെ ദൈവം ഇതിനകത്ത് കൊണ്ടിരുത്തിയതിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. നമ്മை ஆண்டவர் இங்கே கொண்டு வந்திருக்கிறபடினாலே ஆண்டவருக்கு நன்றி செலுத்துவோம். അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം. பரிசுத்த ஆவியானவரிலே சந்தோஷப்படுவோம். അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം. பக்கத்துல இருக்கிறவங்களுக்கு கரங்களை கொடுத்து சொல்லுங்க பரிசுத்த ஆவியிலே சந்தோஷப்படுவோம்.
வர 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 சொல்லுங்க, பரிசுத்த ஆவியானவரிலே சந்தோஷப்படுவோம். അഭിഷേകത്തിൽ സന്തോഷിക്കണം. അഭിഷേകത്തിലെ സന്തോഷപ്പെടുவோம். നമ്മുടെ പയ്യിൽ പണമില്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം. നമ്മുടെ കരങ്ങളിലെ പണമില്ല എന്ന് சொன்னாலும் பரிசுத்த ஆவியிலே സന്തോഷப்படுவோம். പണം ആരുടെ സ്വന്തമല്ല. ആമേൻ. പണം யாருக்கும் சொந்தமானதல்ல. പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. அதை பிடித்து வைத்திருக்க முடியாது. ഇടി വരും. ഇടി. ആമേൻ. ഇടി വരും. ഇടി അല്ല, ഇടി. ഇടി. സർക്കാരിന്റെ ചെക്കിങ് വരുമെന്ന്. ഓക്കെ. അപ്പൊ പണം ആർക്കും പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. അവൻ പണം ആർക്കും പിടിച്ചു വയ്ക്കാൻ മുടിയാതെ. അവൻ പണം കൊണ്ട് ഇന്ന് വരെ ആരും ഡെലിവറൻസ് അനുഭവിച്ചിട്ടില്ല. അവൻ പണത്തെ കൊണ്ട് ആരും വിടുതല ഇതുവരെ പെറ്റുകൊണ്ടതില്ല. ഒരു 500 കെട്ടെടുത്ത് ദേഹത്ത് തൂത്താൽ ഒരു രോഗവും സൗഖ്യമാകത്തില്ല. ഒരു 500 രൂപ അവനുடைய കട്ടെടുത്ത് നമ്മുടെ ശരീരത്തെ തുടൈത്ത് പോട്ടാൽ യാരുടെ ശരീരത്തിനും വിടുതല വരുവതില്ല. സൗഖ്യത്തിന് മരുന്ന് വേണം. മരുന്ന് ഉപയോഗിക്കുന്ന ബുദ്ധിയുള്ള ഡോക്ടർമാർ വേണം. അവൻ വ്യാധിക്ക് മരുന്ന് മാத்திரைகள் தேவைப்படுகிறது. அதை உபயோகப்படுத்துகிற நல்ல மருத்துவர்கள் தேவைப்படுகிறார்கள். അതിനേക്കാൾ വലുതാണ് പരിശുദ്ധാത്മാവ്. ഇത് എല്ലാവற்றை பார்க்கலும் பெரியதுதான் பரிசுத்த ஆவியானவர். പരിശുദ്ധാത്മാവുള്ളവർക്ക് ഡയറക്റ്റ് പരിശുദ്ധാത്മാവിനെ പ്രയോഗിക്കാൻ പറ്റും. ആമേൻ. പരിശുദ്ധ ആവിയാനവർ നമുക്കുൾ വെളിപ്പെടുവാരേ ஆனால் நம்ம டைரக்ட் ஆகவே அதை வெளிப்படுத்த முடியும். നമുക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. നമുക്കൊരു മീഡിയേറ്റർ தேவையில்லை. അതുകൊണ്ടാണ് മീൻ പിടിച്ച മുക്കുവന്മാരെ കൊണ്ട് ദൈവം ചെയ്യിച്ചത്. ആകയാൽ தான் மீனவர்களை கொண்டு கர்த்தர் ചിലதை ചെയ്തെടുത്താർ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. വെള്ളിയും പൊന്നും എങ്ങൾക്കില്ല. അവിടെ ഞാൻ പറയും, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, ധനാഢ്യൻ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്? ഉലകത്തിലെ ഏറ്റവും പെരിയ പണക്കാരൻ ആര്? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഉലകത്തിലെ പെരിയ പണക്കാരൻ പിള്ളേർക്കറിയാം. എലോൺ മസ്ക്. എലോൺ മസ്ക്. ചിലർ അംബാനി എന്ന് പറഞ്ഞു ഇന്ത്യയുടെയാണ്. ഇന്ത്യയിലെ ഇതാണ്. എലോൺ മസ്ക് ആണ്. ഒന്ന് പറഞ്ഞ എലോൺ മസ്ക്. എലോൺ മസ്ക് അറിയണം. ഓക്കെ. എലോൺ മസ്കിന് എത്ര ബില്യൻസിന്റെ ആസ്തി ഉണ്ടെന്ന് പറയാമോ? അവൻ എവ്വളവ് ബില്യൺ ആസ്തി ഉണ്ട് എന്ന് ചൊല്ല முடியுமா? எனக்கு അറിയത്തില്ല. எனக்கு தெரியாது. எனக்கும் தெரியாது. எனக்கும் தெரியாது. எனக்கும் தெரியாது. எப்படி உங்களுக்கு പൈസ തരും? ആർക്കെങ്കിലും പൈസ എന്ന് പറയുമോ? വേണ്ട, தேவையிല്ല. அப்படி ആരെങ്കിലും പറയുമോ? ഇല്ല. ഓക്കെ. 1 ബില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞ എത്ര ആണ്ടി? അറിയില്ല. ചൊല്ലുക. 1 മില്യൺ. 1 മില്യൺ എന്ന് ചൊല്ലുമ്പോൾ എവ്വളവ്? അങ്കിൾ, 1 മില്യൺ എന്ന് പറഞ്ഞ എത്ര ബ്രദർ? 10 lakhs. അവർക്ക് പൈസ അറിയാം. അവൻ 10 ലക്ഷം അവங்களுக்கு പണത്തെ குறித்து தெரியும். 500க்குள்ள എത്ര 100 ഇരിക്കെ? 500 ഇരിക്കെ உங்களுக்கு 500 மட்டும்தான் கிடைக்கும். ஆமென். உங்களுக்கு 1 மில்லியன் கிடைக்க மாட்டேன். எப்படி கிடைக்கும்? 1 மில்லியன் எவ்வளோ അറിയില്ല. എങ്ങനെ കൗണ്ട് ചെയ്യും? അരെ നമുക്ക് അറിയാത്ത ഒരു കാര്യം ദൈവം എങ്ങനെ തരും? അവൻ നമുക്ക് தெரியாத ഒരു കാര്യത്തെ ദൈവൻ எப்படி കൊടുപ്പാർ? എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥിക്കുക, ജപിക്കുക, ഫാദർ ഗോഡ്, ഹമേ ഗിവ് മീ മണി, ഹമേ പൈസ चाहिए. நாம உட்கார்ந்து ஜெபிக்கிறோம், ஆண்டவரே எனக்கு அவன் பணம் தேவைப்படுகிறது தாரும் என்று சொல்லி. அப்ப தெய்வம் പറയാ, ഞാൻ ഉനക്ക് 1 ബില്യൺ തരട്ടെ. அவன் தேவன் நம்மிடத்தில் கேட்கிறார், நான் உனக்கு 1 மில்லியனை கொடுக்கட்டுமா என்று. மில்லியன் வேண்டாம், 500 போதும். அவன் எனக்கு மில்லியன் தேவையில்லை, எனக்கு 500 ரூபாய் போதும். കാരണം മില്യൺ എത്ര അറിയത്തില്ല. மில்லியன் எவ்வளவு என்று தெரியாது. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. அவன் 1 மில்லியன் என்று சொன்னால் 10 லட்சம். ഇനി 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ബില്യൺ. 1 பில்லியன் என்று சொன்னால் எவ்வளவு? അത് ബില്യൺ കീഴെയാ ബില്യൺ മേളില? അതുക്കൊന്നും നമുക്കൊന്നും தெரியாது. നമുക്ക് മാർത്താണ്ഡത്തിൽ സാരി കിടക്കും 400 രൂപ, മാർത്താണ്ഡയ്ക്ക് ഉടുപ്പ് കിടക്കും 500 രൂപ. അഭിഷേകമുള്ളവൻ എല്ലാം അറിയണം. ആമേൻ. അഭിഷേകമുള്ളവர்கள் எல்லாவற்றையும் புரிந்து கொள்ள வேண்டும். ഇതൊക്കെ പഠിപ്പിക്കണം. ആമേൻ. പാസ്റ്റർ ഇതെല്ലാം ആമേൻ കற்றுக் കൊടുக்க வேண்டும். നമ്മുടെ പിള്ളേർ പറയണം, ഗോഡ് ഞങ്ങളെ മില്യണേഴ്സ് ആക്കണമേ. ആമേൻ. നമ്മുടെ പിള്ളേകൾ ചൊല്ലണം, ആണ്ടവരെ എങ്ങളെ ആമേൻ മില്യനായി മാറ്റണമെന്ന് ചൊല്ലി. ഞങ്ങളെ അടിമകളാക്കരുത്. എങ്ങളെ അടിമകളാക്ക കൂടാതെ. ഞങ്ങൾ ഫറവോന്റെ കീഴിലല്ല കിടക്കേണ്ടത്. നാം பார்வோனுக்கு கீழல்ல இருக்க வேண்டியது. ഞങ്ങളുടെ കീഴിലായിരിക്കട്ടെ ഫറവോൻ. ஆமென். எங்களுக்கு கீழ் பார்வோன் இருக்கட்டுமே. ഞങ്ങൾക്ക് നല്ല അധികാരം തരണമേ. எங்களுக்கு அப்படிப்பட்ட அதிகாரத்தை தாருமே. ഞങ്ങൾക്ക് നല്ല പവർ തരണമേ. எங்களுக்கு வல்லமையை தாருமே. അയ്യോ, പോലീസ് ആകാൻ ആരും പ്രാർത്ഥിക്കരുത്. ആമേൻ. പോലീസ് ആവதற்காக யாரும் ஜெபிக்க கூடாது. കർത്താവേ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആക്കണമേ. ആമേൻ. സൂപ്രണ്ടായി പോലീസായി മാറ வேண்டும். പട്ടാളക്കാരനാകാൻ പ്രാർത്ഥിക്കരുത്. ആമേൻ. ഒരു
ആർമിയായി മാറി ജപിക്ക കൂടാതെ ഞങ്ങളെ വിംഗ് കമാൻഡർ ആക്കണമേ. ആമേൻ. ഞങ്ങളെ ഒരു പെരിയ കമാൻഡറായി മാറ്റ വേണ്ടുമേ. ഞങ്ങളെ കേണൽ ആക്കി മാറ്റണമേ. കേണൽ ആമേൻ. നമ്മൾ കേണലായി മാറ്റണമേ. കേണൽ അതിനകത്ത് വലിയ ഹൈ പൊസിഷനാണ്. ആമേൻ. ഇത് അറിയണം. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മേൽ പാകിസ്ഥാന്റെ ബോംബ് വീഴാത്തത്. ആമേൻ. ഇതെല്ലാം ഇരിക്കുന്നതിനാലത്താ ആമേൻ നമ്മ മേലെ ആമേൻ പാകിസ്ഥാനുடைய குண்டு விழாதது. നമുക്കറിയത്തില്ല, നമുക്ക് തെരിയില്ലേ. വിംഗ് കമാൻഡർ എന്താ അറിയില്ല, കേണൽ എന്താന്ന് അറിയത്തില്ല. നമുക്ക് മൊത്തം അറിയാം അങ്ക ഓഫർ ഇരിക്ക 400 രൂപ സാരി 300 രൂപയ്ക്ക് കിടക്കും. നമുക്ക് தெரிந்தது அங்க இருக்கிற ஆஃபர் மட்டும்தான். നമ്മുടെ ബൈബിൾ ഒരു ചെറിയ പുസ്തകമല്ല. ആമേൻ. വേദം ഒരു ചിന്ന പുസ്തകമല്ല. അടുത്ത തലമുറ ഈ ബൈബിളിനെ വലുതായി കാണട്ടെ. അടുത്ത തലമുറകൾ இந்த വേദ പുസ്തകത്തെ പെരിസായി பார்க்கட்டும். ഒരു ശാസ്ത്രത്തിനും എത്താൻ കഴിയാത്ത ഇടത്ത്, ഒരു ശാസ്ത്രങ്ങളും ആമേൻ കടന്നു ചെല്ല முடியாத സ്ഥാനത്തിൽ, ഒരു പവറിനും ചെയ്യാൻ കഴിയാത്തത്, ഒരു വല്ലമയ്ക്കും ചെയ്യ முடியாதது ഈ പുസ്തകം ചെയ്യുന്ന പുസ്തകമാണ്. இந்த புஸ்தகம் செய்ய வல்லமையுள்ளதாய் ഈ இருக்கிறது. പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയും. இந்த பரிசுத்தாவியானவருக்கு செய்ய முடியும். ഒരു ഡോക്ടറിനും മരുന്നിനും ചെയ്യാൻ കഴിയാത്ത, ആമേൻ, ഒരു മരുத்துவருக்கும் മാத்திரைக்கும் செய்ய முடியாதது നമ്മുടെ ഉറുമാലിലൂടെ ചെയ്യാൻ കഴിയുന്ന ദൈവമാണ്. നമ്മുടെ വസ്ത്ര മുഖാന്തരമായി செய்ய முடியும். ഇതൊരു ചെറിയ ഇൻഫർമേഷൻ അല്ല. ആമേൻ. ഇതൊരു ചെറിയ ഒരു അറിയിപ്പല്ല. നിനക്ക് എലോൺ മസ്കിന്റെ ആസ്തി അറിയത്തില്ല. ആമേൻ. നമുക്ക് ആമേൻ എലോൺ മസ്കിന്റെ ആസ്തിയെ தெரியாது. എത്ര ബില്യൺ ഡോളർ ഉണ്ട് അറിയത്തില്ല. അവർക്ക് എவ்வளவு ബില്യൺ ഡോളർ இருக்கிறது என்று தெரியாது. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. எனக்கு ആമേൻ ഒരേ ഒരു കാര്യം தெரியும். അവന്റെ ബില്യൺ ഡോളറിന് ചെയ്യാൻ കഴിയാത്തത്, അവനുடைய பில்லியன் டாலருக்கு செய்ய முடியாதது, അഭിഷേകമുള്ളവന്റെ ഉറുമാലിലൂടെ ചെയ്യാൻ കഴിയും. അഭിഷേകമുള്ളവനുடைய ആമേൻ ഉറുമാലിലെ செய்ய முடியும். ഇതൊരു ചെറിയ അറിവല്ല. ഇതൊരു ചെറിയ അറിവല്ല. ഇതൊരു ബില്യണേറിന് ഇല്ലാത്ത അറിവാണ്. ആമേൻ. ഇതൊരു ബില്യണേർക്ക് ഇല്ലാത്തതാണ് ഒരു பெரிய അറിവായിരിക്കും. അതിനേക്കാൾ വലിയ അറിവാണ് നിന്റെ അഭിഷേകത്തിന്റെ അറിവ്. ഇதை பார்க்கலும் பெரிய அறிவுதான் உன்னுடைய அபிஷேகத்திற்கு இருக்கிறது. പക്ഷെ അതും അറിയണം, ഇതും അറിയണം. ആമേൻ. രண்டையும் നാം தெரிந்து கொள்ள வேண்டும். നമ്മൾ എല്ലാം അറിയുന്നവരാകട്ടെ. ആമേൻ. നാം എല്ലാം പുரிந்து കൊള്ളുகிறவர்களாய் മാറുவோம். ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബില്യൺ പറഞ്ഞ എത്രയാണെന്നറിയാവോ? ആമേൻ. ഒരു ബില്യൺ എന്ന് சொன்னால் எவ்வளவு? ഞാനത് പറഞ്ഞില്ലെങ്കിൽ യോഗം മുടിയുമ്പോ അവര് ചോദിക്കും, പാസ്റ്റർ നീங்க ബില്യൺ പറഞ്ഞില്ല, உங்களுக்கு தெரியாதா? ஆமென். நான் இதை சொல்லலன்னு சொன்னா ஆமென் நீங்க பில்லியன் சொல்லல அதனால உங்களுக்கு தெரியாதா என்று கேட்பீர்கள். அப்போ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ஆமென். 1 மில்லியன் என்று சொல்லும்போது 10 லட்சம். കൈ കാണിച്ചേ ബ്രദർ. ஆமென். 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്ന് പറഞ്ഞ ബ്രദർ കൈ കാണിച്ചേ. കൈ എഴുതിട്ട് നിൽക്ക്. ഒന്ന് എലുമ്പി നില്ലുங்க. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ആശീർവദിக்கிறேன். നിങ്ങൾ മില്യണയർ ആകട്ടെ. ആമേൻ. നിങ്ങൾ ബില്യണയറായി മാറുവീர்களாக. ഇവർക്ക് ആർക്കും ഒരു സന്തോഷവും ഇല്ല. ഇവங்க யாருக்கும் சந்தோஷமில்லை. അവർക്ക് സന്തോഷം വരത്തില്ല. ആമേൻ. അവർക്ക് സന്തോഷം വരുവதில்லை. എളുമ്പി നിൽക്കേ. ആമേൻ. എലുമ്പി നില്ലുங்க. ദൈവം നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ നന്മ തരട്ടെ. ആമേൻ. தேவன் உங்களுடைய கரத்திலே ஆமென் பெரிய நன்மைகளை தருவாராக. നിങ്ങൾ നന്മകൾ വാരിക്കോരി കൊടുക്കട്ടെ. ആമേൻ. உங்களுக்கு தேவன் നന്മகளை ആമേൻ അധികമായി കൊടുപ്പാരാக. ഒരുപാട് വിധവമാർക്ക് നിങ്ങളുടെ നന്മ അനുഗ്രഹമാകട്ടെ. ആമേൻ. ഉங்களுடைய നന്മ അനേക വിധവകൾക്ക് ആശീർവാദമായി മാറട്ടെ. ഒരുപാട് പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കട്ടെ. അനേക പെൺപിള്ളകളുടെ തിരുമണങ്ങളെ നടത്തി വയ്ക്കുന്ന നബരായി മാറട്ടെ. വീടില്ലാത്തവർക്ക് ഒരുപാട് വീട് വെച്ച് കൊടുക്കട്ടെ. ആമേൻ. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന നിലയിൽ മാറട്ടെ. സന്തോഷമില്ല? ആമേൻ. സന്തോഷമില്ലയാ? അതിനാണ് ദൈവം നന്മ തരുന്നത്. அதற்கு தான் தேவன் நன்மையை கொடுக்கிறார். പറ, എനിക്ക് നന്മ വേണം. ஆமென். சொல்லுங்க, எனக்கு நன்மை தேவை. എനിക്ക് റബ്ബർ തോട്ടം വാങ്ങിച്ചു കൂട്ടാനല്ല. எனக்கு ரப்பர் தோட்டம் வாங்குவதற்கல்ல. യേശുവിന്റെ നാമത്തെ ഉയർത്താൻ, യേശുവിൻ നാമത്തെ ഉയർത്തുம்படிയായി, ദൈവ സഭയെ വളർത്താൻ, தேவ சபையை ஆமென் வளர பண்ணும்படியாய், മെഗാ ക്രൂസേഡുകൾ നടത്താൻ ஆமென் பெரிய ஆமென் கூட்டங்களை நடத்துவதற்கு ഒരു സന്തോഷവും ഇല്ല. ஆமென் ഒരു സന്തോഷവും இல்லை. ഹല്ലേലൂയ. നിങ്ങൾ പിള്ളേരെ എന്തിനു വളർത്തുകയാണ്? നിങ്ങൾ പിള്ളേരെ എதற்காக വളർത്തുறீங்க? നിങ്ങൾ പറയണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കളക്ടർമാരാകട്ടെ. ആമേൻ. நீங்க சொல்லணும், எங்களுடைய பிள்ளைகள் கலெக்டர்ஸ் ஆയി മാറുவார்களாக. ആഗ്രഹമുണ്ടോ? വിരുപ്പമുണ്ടോ? മോളെ, നിനക്ക് എന്തോ ആണോ? ഒന്നും വേണ്ട. ഓക്കെ, മോക്ക് എന്തോ ആണോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, ഫ്യൂച്ചർ പ്ലാൻ നിനക്ക് എന്താകണം? നമ്മൾ പിള്ളേകളിടത്തിൽ കേൾക്കണം, ഉன்னுடைய എതിർകാലത്തിൽ என்ன ஆக வேண்டும் என்று விரும்புகிறாய். നമ്മൾ പിന്നെ എന്തിനാ സഭയിൽ വന്നേക്കുന്നത്? നാം എதற்காய் സഭയിൽ വന്നിരിக்கிறோம்? നമ്മൾ വന്നിട്ട് യേശുവുണ്ട്, ആകാശമുണ്ട്, സ്വർഗമുണ്ട്, ദൂതനുണ്ട്, നരകമുണ്ട് ഇത് പറയാനല്ല വന്നത്. ആമേൻ. യേശു ഉണ്ട്, വാനമുണ്ട്, ആമേൻ പരലോകമുണ്ട്, ദൂതர்களுണ്ട് എന്ന് சொல்வதற்கல்ல நாம் ஆலயத்தில் வருகிறோம். ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. அது இருக்கிறபடினாலே தான் நாம் இங்க வந்திருக்கிறோம். അടുത്തത് എനിക്കറിയണം. ആമേൻ. അടുത്ത കാര്യങ്ങളെ നാം தெரிந்து கொள்ள வேண்டும். യേശു എങ്ങനെ എന്റെ വീട്ടിൽ വരും? ആമേൻ. அந்த இயேசு
യേശു எப்படி என்னுடைய இல்லத்திலே வருவார்? ആ യേശു എങ്ങനെ എന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യും? ஆமென். அந்த இயேசு எப்படி என்னுடைய சரீரத்திலே கிரியை ആ செய்வார்? യേശുവിനെ എങ്ങനെ എന്റെ കൂടെ നിർത്താൻ കഴിയും? அந்த இயேசுவை என்னோடு கூட இணைத்து எப்படி நிறுத்த முடியும்? എനിക്ക് ആ യേശുവിനോട് സംസാരിക്കണം. அந்த இயேசுவோடு எனக்கு பேச வேண்டும். എനിക്ക് ആ യേശുവിന് കൈ കൊടുക്കണം. இயேசுவிற்கு என்னுடைய கரத்தை கொடுக்க வேண்டும். യേശുവിനെ കെട്ടിപ്പിടിക്കണം. இயேசுவை அணைத்துக் கொள்ள வேண்டும். சொல்லு பாஸ்டர், அதுக்காக എന്തെങ്കിലും வழியை சொல்ல. ஆமென். சொல்லுங்க பாஸ்டர், அதற்காக ஏதாவது வழி இருக்கிறதா? ഒറ്റ വേട എനിക്ക് പറയാനുള്ളൂ. ஒரே ஒரு வார்த்தை எனக்கு சொல்ல முடியும். Holy Spirit come upon you. பரிசுத்த ஆவியானவர் எப்ப உன் மேல வரும்போது? நீங்க ஒரு വലിയ ദൂത് പറഞ്ഞല്ലോ പാസ്റ്റർ. ஆமென். நீங்க ஒரு தூது சொன்னீங்களே பாஸ்டர். ഞാൻ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പോവുകയാണ്. ஆமென். நான் ஒரு குழந்தையை பெற்றெடுக்க போகிறேன். അവൻ വലിയവനാകും. அவன் பெரியவனாய் மாறுவான். അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. அவன் அத்துன்னியங்களுடைய குமாரன் என்று அழைக்கப்படுவான். യാക്കോബ് ഗൃഹത്തിൽ അവൻ രാജാവായിരിക്കും. ஆமென். யாக்கோபினுடைய கிரகத்திலே அவன் ராஜாவாய் இருப்பான். ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. தாவீதுடைய சிங்காசனத்தை நான் அவனுக்கு கொடுப்பேன். എല്ലാം ശരിയാണ്. ஆமென். எல்லாம் சரிதான். ഞാൻ ഈ ദൂതിന് ആമീൻ പറയുന്നു. நான் இந்த வார்த்தைக்கு ஆமென் சொல்லுகிறேன். But I have a doubt. ஆமென். ஆனால் எனக்குள்ள ஒரு ஆமென் டவுட் இருக்கிறது. ഇതൊക്കെ എങ്ങനെ നടക്കും? இதெல்லாம் எப்படி சம்பவிக்கும்? ഇത് നടക്കില്ലെന്നല്ല പറഞ്ഞത്. ஆமென். இது நடக்காது என்றல்ல சொன்னது. ചുമ്മാ ആമീൻ കേട്ടിട്ട് ടാറ്റ പറഞ്ഞു സ്വത്രം പറഞ്ഞു മറിയ പോയില്ല. ஆமென் கேட்டு டாட்டா சொல்லி மரியா கடந்து போகவில்லை. അവൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്. அவளுக்கு ஒரு சந்தேகம் இருந்தது. ഇത് എപ്പടി നടക്കും? ഇതെങ്ങനെ നടക്കും? இது எப்படி சம்பவிக்கும்? ഇത് എന്റെ മേൽ നടക്കണം. ஆமென். இது என் மேல் நடக்க வேண்டும். എനിക്ക് നന്മ വേണം. எனக்கு நன்மை தேவை. എനിക്ക് ആശീർവാദം വേണം. எனக்கு ஆசீர்வாதம் എനിക്ക് வேண்டும். രോഗസൗഖ്യത്തിന്റെ അഭിഷേകം വേണം. எனக்கு வியாதியிலிருந்து விடுதலைக்குள்ள എനിക്ക് அபிஷேகம் தேவை. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിന്റെ അഭിഷേകം വേണം. பரிசுத்தாவியின் சந்தோஷத்தின் அபிஷேகம் தேவை. എനിക്ക് റിവൈവൽ പാട്ടുകൾ എഴുതണം. எனக்கு எழுப்புதலின் பாடல்கள் എനിക്ക് കീബോർഡുകൾ വായിക്കണം. எனக்கு கீபோர்டுகள் வாசிக்க എനിക്ക് வேண்டும். ലോകരാജ്യം മുഴുവൻ സഞ്ചരിക്കണം. எனக்கு உலக ராஜ்யங்கள் முழுவதும் ஆமென் ഈ ബൈബിൾ പിടിച്ചുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കണം. இந்த மைக்கை பிடித்து இயேசுவை பிரசங்கம் பண்ண എനിക്ക് வேண்டும். പ്രാർത്ഥനയിൽ മരിച്ചവർ ഉയർക്കുന്നത് കാണണം. ஆமென். என்னுடைய ஜெபத்திலே மரித்தவர்கள் எழும்புவதை பார்க்க வேண்டும். തുള്ളി ചാടുന്നത് കാണണം. நான் துள்ளி சாடுகிறதை பார்க்க வேண்டும். ആശുപത്രികൾക്ക് ചെയ്യാൻ കഴിയാത്തത് ஆமென். மருத்துவமனைகளுக்கு செய்ய முடியாதது അഭിഷേകമുള്ളവർ ചെയ്യുന്നത് കാണണം. அபிஷேகம் உள்ளவர்கள் செய்தெடுக்க வேண்டும். എന്റെ ഉറുമാലിലൂടെ ദൈവശക്തി വ്യാപരിക്കണം. ஆமென். என்னுடைய ஆமென் உருமால் கூட ஆமென் தேவனுடைய வல்லமை வெளிப்பட എന്റെ வேண்டும். നിഴലിലൂടെ ദൈവശക്തി വ്യാപരിക്കണം. என்னுடைய நிழலில் இருந்து தேவ வல்லமை வெளிப்பட வேண்டும். ഇതൊക്കെ ബൈബിൾ നമുക്ക് ഓഫർ ചെയ്യുന്നു. ஆமென். இதெல்லாம் வேத புத்தகம் நமக்கு கொடுக்கிறது. But there is a question. ஆமென். இங்க ஒரு கேள்வி இருக்கிறது. How it can be applied. ஆமென். இதை எப்படி நாம பெற்றுக்கொள்வது? ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, தேவனுடைய தூதன் சொல்லுகிறார், മറിയ നീ ചോദിക്ക. ஆமென். மரியாவே நீ கேள். നീ വിശ്വാസികൾ ഇരിക്കുന്ന പോലെ ഇരിക്കരുത്. நீ விசுவாசிகள் இருக்கிறது போல உட்கார கூடாது. ചുമ്മാ കേട്ടോണ്ട് ആമീൻ പറഞ്ഞോണ്ടിരിക്കരുത്. சும்மா கேட்டு ஆமென் சொல்லி உட்கார கூடாது. നീ കേട്ടുകൊണ്ടേ ഇരിക്കണം. நீ கேட்டுக்கொண்டே നീ இருக்க வேண்டும். പറഞ്ഞോണ്ടിരിക്കണം. நீ சொல்லிக்கொண்டே இருக்க ഇത് வேண்டும். എപ്പടി നടക്കും இது പാസ്റ്റർ? எப்படி நடக்கும்? ഇത് എനിക്ക് നടക്കുന്നത് കാണണം. இது எனக்கு ஆமென் சம்பவிப்பதை பார்க்க வேண்டும். ഇത് ഇപ്പോൾ നടക്കണം. இது இப்போது சம்பவிக்க வேண்டும். ഇവിടെ നടക്കണം. இங்கே நடக்க வேண்டும். എന്റെ മേൽ നടക്കണം. எனக்கு மேல் சம்பவிக்க வேண்டும். ദൈവദൂതൻ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. தேவதூதன் இதை கேட்க விரும்புகிறார். എത്ര പേർ വായെ തുറക്കും? எத்தனை பேர் வாய்களை திறக்கிறீர்கள்? ബ്രദർ പറയണ എനിക്കിത് കാണണം. பிரதர் சொல்லுங்க, இதை நான் பார்க்க வேண்டும். പാസ്റ്റർ വന്ന് പറഞ്ഞത് എനിക്ക് കാണണം. ஆமென். போதகர் சொன்னது எனக்கு பார்க்க வேண்டும். ഞാൻ വീടുകൾ വെച്ച് കൊടുക്കും. ஆமென். நான் வீடுகள் கட்டி ഒരുപാട് கொடுப்பேன். പേരുടെ വിവാഹം നടത്തി കൊടുക്കും. அநேகருடைய திருமணத்தை நடத்தி வைப்பேன். ഒരുപാട് നന്മകൾ ചെയ്യും. ஆமென். அநேக நன்மைகள் செய்வேன். I don't know how it will be possible. எனக்கு தெரியாது இது எப்படி சம்பவிக்கும். But there will be a question. ஆனால் இங்க ஒரு கேள்வி இருக்கிறது. There will be an answer. ஆமென். இங்க ஒரு மறுபடியும் இருக்கிறது. നീ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, நீ கேட்க ஆயத்தமானால் ഉത്തരം പറയാൻ ദൈവം തയ്യാറാണ്. மறுபடி சொல்ல இயேசு போதுமானவர். പാസ്റ്റർ ഇതൊക്കെ എങ്ങനെ നടക്കും? ஆமென். போதகரே ഇത് எப்படி சம்பவிக்கும்? അത് നടത്താനാണ് ഈ പുസ്തകം നമ്മുടെ നടുവിൽ തന്നത്. இதை நடத்துவதற்கு தான் இந்த புத்தகத்தை கர்த்தர் நமக்கு അത് நடுவில் கொடுத்திருக்கிறார். പഠിപ്പിക്കാനാണ് ദൈവസഭയെ പണിയുന്നത്. இதை கற்றுக் கொடுக்கத்தான் தேவ சபையை கர்த்தர் എനിക്ക് നരകത്തിൽ പോകണ്ട പാസ്റ്റർ. எனக்கு நரகத்துக்கு போக ഞാൻ வேண்டாம். ഈ ശരീരത്തിൽ മാറിയാലും ജീവിക്കുന്നവനാകണം. ஆமென். இந்த சரீரம் மாறி போனாலும் ஜீவிக்கிறவனாய் மாற ഞാൻ வேண்டும். മരിച്ചാലും ജീവിക്കുന്നവനായി நான் മാറണം. மரித்தாலும் ஆமென் வாழ்கிறவனாய் மாற வேண்டும். ഞാൻ പറയും, ഈ പാസ്റ്റർമാരുടെ ഫ്യൂണറൽ ദിവസങ്ങളിൽ ഇവരുടെ ബോഡിയുടെ അടുക്കലേക്ക് വരുന്നവർ സൗഖ്യമാകട്ടെ. ஆமென். இவர்களுடைய மரண தினங்களிலே இவருடைய சரீரத்துக்கு பக்கத்தில் வருகிறவர்கள் விடுவிக்கப்படுவார்களாக. ഏയ് അഭിഷേകമുള്ളവന്റെ ബോഡി കാണാൻ വരുന്ന രോഗി സൗഖ്യമാകണം. அபிஷேகம் உள்ளவனுடைய சரீரத்தை பார்க்க வருகிற வியாதியஸ்தன் விடுவிக்கப்பட வேண்டும். എലീശായുടെ ശരീരം അടക്കിയപ്പോൾ எலிசாவினுடைய சரீரம் அடக்கம் பண்ணப்பட்ட போது അവന്റെ കല്ലറയിലേക്ക് വീണ ശവം വരെ ചാടി എഴുന്നേറ്റു. அவனுடைய கல்லறையிலே போடப்பட்ட அவன்
ശരീരമാണത് എളുമ്പുന്നത്. ഒരു ശവശരീരം. ആമേൻ. ഒരു മരണ ശരീരം. ഞാൻ ഒരുപാട് ഫ്യൂണറൽ സെന്ററുകളിൽ പോയിട്ടുണ്ട്. ആമേൻ. അനേക അടക്ക ആരാധനകളിൽ ഞാൻ കലந்துകൊണ്ടിരിக்கிறேன். അവിടുത്തെ ഡെഡ് ബോഡി വെച്ചിട്ട് എല്ലാവരും തിരിച്ചു പോകും. ആമേൻ. அந்த ബോഡിയെ வைத்துக்கொண்டு എല്ലാ മനുഷ്യர்களும் திருப்பி போவார்கள். എല്ലാവർക്കും ഉറപ്പാണ്. ആമേൻ. എല്ലാവർക്കും தெரியும் ഇവൻ ഇപ്പോൾ ഉയർക്കത്തില്ല. ഇവൻ ഇപ്പോൾ എളുമ്പി വരുവதில்லை. നമ്മളെല്ലാം അങ്ങനെ അങ്ങ് സീൽ ചെയ്തേക്കുക. ആമേൻ. നാം എല്ലാം അപ്പടി ആമേൻ ഉത്തരേ പോട്ടിരിക്കുന്നു. ലാസറിന്റെ കല്ലറയും അടച്ചു പൂട്ടി എല്ലാവരും പോയി. ആമേൻ. ലാസറിന്റെ കല്ലറയും പൂട്ടി ആമേൻ എല്ലാ മനുഷ്യர்களுം കടന്നു പോനാர்கள். വീട്ടുകാർ സഹോദരിമാർ ഉറപ്പിച്ചു. സഹോദരികൾ அதை ആമേൻ ഉறுதிப்படுத்தினார்கள். no way for resurrection. ആമേൻ. ഇനി എളുമ്പുവதற்கு ആമേൻ വായ്പിல்லை. ഇവന്റെ അവയവം മൊത്തം പോയി. ആമേൻ. ഇവന്റെ ശരീരം മുഴുവതും പോയിച്ചു. മരുന്ന് കഴിച്ച് രോഗം പിടിച്ച് മുഴുവൻ ഡെഡായി പോയി. മരുന്ന് ചാപ്പിട്ടതിനാല് വ്യാധി വന്നതിനാല് ആമേൻ മുഴുവതും മരിച്ചു പോയിച്ചു. ഇവൻ പരാജയപ്പെട്ടു പോയവനാണ്. ആമേൻ. ഇവൻ തോൽവിയടൈந்தവനാണ്. ഇവന്റെ കിഡ്നി ഇനി വർക്ക് ചെയ്യത്തില്ല. ഇവന്റെ കിഡ്നി ഇനി ആമേൻ ഇവന്റെ കണ്ണിനി തുറക്കത്തില്ല. ഇവന്റെ കണ്ണുകൾ ഇനി തിറപ്പതില്ല. ഇവന്റെ നാവിനി ചലിക്കത്തില്ല. ഇവന്റെ നാവ് ഇനി ചലിപ്പതില്ല. ഇവന്റെ ബ്ലഡ് മുഴുവൻ ക്ലോട്ട് ആയി പോയി. ആമേൻ. ഇവന്റെ രക്തം മുഴുവൻ ആമേൻ ഉറൈந்து പോയിച്ചു. ഹാർട്ട് ബീറ്റ് നിന്നു പോയി. ഇവന്റെ ഹാർട്ട് ബീറ്റ് നിന്നു പോയിച്ചു. ഇവന്റെ ബോഡി മുഴുവൻ സീറോ ആയി പോയി. ആമേൻ. ഇവന്റെ ശരീരം മുഴുവൻ സീറോവായി മാറ്റപ്പെട്ടു. ഒരു ഗ്രാമം മുഴുവൻ അത് ഉറപ്പിച്ചു. ആമേൻ. இந்த கிராமம் முழுவதும் அதை உறுதிப்படுத்தியது. വീട്ടുകാർ മുഴുവൻ അത് ഫൈനലി ചെയ്തു. ആമേൻ. കുടുംബത്താർ அதை முடிவு செய்தார்கள். കൂട്ടുകാർ മുഴുവൻ ഫൈനലി ചെയ്തു. ആമേൻ. നண்பர்கள் எல்லாம் அதை இறுதி செய்தார்கள். എല്ലാവരും തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോയി. എല്ലാ മനുഷ്യர்களுം തിരുപ്പി ഇല്ലത്തിലെ കടന്നു പോനാர்கள். പക്ഷേ യേശു അവന്റെ കല്ലറയിലേക്ക് അടുത്തടുത്ത് വന്നു. ஆனால் இயேசு ஆமென் லாசருடைய கல்லறைக்கு அருகாமையிலே வந்தார். അഭിഷേകമില്ലാത്തവർ അകന്നു പോകുമ്പോൾ, ஆமென் அபிஷேகம் இல்லாதவர்கள் பின்வாங்கி പോകുമ്പോൾ, അഭിഷേകമുള്ളവൻ അടുത്തേക്ക് വരും. அபிஷேகம் உள்ளவர்கள் பக்கத்திலே வருவார்கள். എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തത്. ஏதாவது செய்யும்படி தான் ஆண்டவர் நம்மை அபிஷேகம் பண்ணியிருக்கிறார். മാർത്താണ്ഡ താരി ചെയ്യാത്തത് ചെയ്യാൻ, മാർത്താണ്ഡത്തിലെ ഒരുവരും ചെയ്യാത്തதை ഒരു செய்வதற்கு, വീട്ടിൽ ഒരു മക്കളും ചെയ്യാത്തത് ചെയ്യാൻ, ஆமென் ஒரு வீட்டிற்கு ஒரு பிள்ளைகளும் செய்யாததை ഒരു செய்வதற்கு, പുരുഷനും ഒരു സ്ത്രീയും ചെയ്യാത്തത് ചെയ്യാൻ, ஒரு புருஷனும் ஒரு ஸ்திரீயும் செய்யாததை ഒരു செய்வதற்கு, ഗ്രാമം ഒരു പട്ടണം മുഴുവൻ ചെയ്യാത്തത് ചെയ്യാൻ, ஆமென் ஒரு கிராமமோ ஒரு பட்டணமோ முழுவதும் செய்யாததை செய்வதற்கு അവൻ എന്നെ അഭിഷേകം ചെയ്തു. அவர் என்னை அபிஷேகம் பண்ணி இருக்கிறார். ഓ come on. Hallelujah. നിങ്ങൾ ഇരിക്കുന്ന മാതിരി ഞാനും ഇരിക്കും. அவன் நீங்க இருக்கிறது போல நானும் உட்கார்ந்து இருக்கிறேன். உங்களுக்கு ഇഷ്ടപ്പെടുന്നുണ്ടോ? ஆமென். உங்களுக்கு பிடிக்குதா? അയ്യോ, നമ്മുടെ നടുവിൽ യേശു പാസ്റ്ററായിട്ട് വന്നാ என்ன ചെയ്യും? ஆமென். நம்முடைய நடுவுல இயேசு போதகராய் வந்தா என்ன பண்ணுவீங்க? ഓ, ഞാൻ ഇനി മാർത്താണ്ഡത്തെ വരക്കൂടാ. ஆமென். நான் மார்த்தாண்டத்துக்கே வரக்கூடாது. അയ്യോ, യേശു ഇവിടെ യേശു വന്നിട്ടുണ്ടോ? இங்க இயேசு வந்திருக்கிறாரா? ഇല്ല. എങ്ക എവിടെ சொல்லாண்டு எங்க இருக்க? எங்க இருக்க? டெட் இயேசுவா? மரித்து போன இயேசுவா? பாரா, எங்க இயேசு எப்படி இயேசு வந்தா யாரும் அறியவே இல்ல. ஆமென். இயேசு வந்தது யாருக்கும் தெரியாது. இயேசு வந்து அறியணும். இயேசு வந்தா ஆமென் எல்லா மனிதர்களும் அதை புரிந்து கொள்ளணும். சிஎஸ்ஐ பண்டிகாருக்கு அறியணும் இயேசு வந்தது. 3 மணி வரை அவட പരിപാടി. 3 மணி வரை പ്രോഗ്രാം സ്പെഷ്യൽ. அப்படிதானா? അവർക്കും അറിയാം ഇതെല്ലാം ഒരു പെന്തിക്കോസ്. യേശു ഇല്ല. അട ഇങ്ങ യേശു വന്നാ പള്ളി കാലിയാകണം. ആമേൻ. എല്ലാ കൂട്ടങ്ങളും ഓടി കൺവെൻഷനിൽ വരണം. ഈ മീറ്റിംഗ് മുടിയാതെ ഒരു മാസം മുഴുവൻ ഈ റിവൈവൽ മൂവ് ചെയ്യണം. இந்த மாதிரி 100 കണക്കിന് ക്യാമറകൾ ഇവിടെ സെറ്റ് ആകണം. 100 കണക്കിന് സ്പീക്കറുകൾ സെറ്റ് ആകണം. ഈ പാസ്റ്റർമാർ മുഴുവൻ തുള്ളിച്ചാടും. ജനം മുഴുവൻ തുള്ളിച്ചാടും. വ്യാധികൾ സൗഖ്യമാകും. ആംബുലൻസിൽ രോഗികളെ ഇങ്ങ് കൊണ്ടുവരും. വരക്കൂടാതാ? ആംബുലൻസിലെ വ്യാധിയസ്ഥർകളെ ഇങ്ങ് കൊണ്ടുവരുവാர்கள். അതാണ് റിവൈവൽ. இதுதான் எழுப்புதல். ഇത് പറയുമ്പോഴെങ്കിലും ഒരു ഇത് ചൊല്ലുമ്പോഴാകിലും ഒരു സ്തോത്രം ചൊല്ലുങ്ങളെ. പറയുമ്പോൾ കേൾക്കാനെങ്കിലും ഒരു ഇഷ്ടം തോന്നട്ടെ. ആമേൻ. ചൊല്ലുகிறதை கேட்பதற்காகிலும் ഒരു വിരുപ്പം ഉണ്ടാകட்டுமே. നടക്കത്തില്ല പാസ്റ്റർ. ആമേൻ. നടക്കാതെ പാസ്റ്റർ. അങ്ങനെ പറയല്ലേ. அப்படி சொல்லக்கூடாது. ഇത് പ്രസംഗിക്കുന്ന എന്റെ വിശ്വാസം കൂടെ കളയാതെ. ആമേൻ. പ്രസംഗിக்கிற என்னுடைய விசுவாசத்தையும் நஷ்டப்படுத்தாதீங்க. കഴിഞ്ഞിട്ട് എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. ஆமேன். இது முடிந்ததுக்கு அப்புறம் எனக்கு இனி வேற ஆமேன் ஊழியங்கள் உண்டு. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് ബലപ്പെട്ടു പോട്ടെ. ആമേൻ. நான் இது முடியும் போது உங்களிடத்திலிருந்து பலனை பெற்று நான் திரும்பி செல்லட்டுமே. ഒരാളുടെ സന്തോഷമാണ് മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നത്. ആമേൻ. ഒരു நபருடைய சந்தோஷம் தான் இன்னொரு மனிதனை சந்தோஷப்படுத்துகிறது. ഹല്ലേലൂയ. ஒரு ஹல்லேலூயா சொல்லுங்களே. ஹல்லேலூயா.
അത് മാത്രം പറയും. ஆமென். இது மாத்திரம் சொல்லுங்க. ഇതിന് മാത്രം ട്രെയിനിങ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ പറ. ആമേൻ ആമേൻ. അന്യഭാഷ വെയിറ്റ് பண்ணுங்க. കൈയടിക്ക് വെയിറ്റ് பண்ணுங்க. ഹോ, ഇത് ആര് നിങ്ങളെ ഇങ്ങനെ ആക്കിയത്? ஆமென். யார் உங்களை இப்படி படிப்பிச்சு கொடுத்தாங்க? பாஸ்டர் பாவம் அப்படியே இருக்கிறார். ആമേൻ. ഞാൻ സന്തോഷം കൊണ്ട് പറയുന്നതാണ്. ஆமென். நான் சந்தோஷத்தோட சொல்லுகிறேன். ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ஆமென். இப்படி உங்களை ஆமென் சந்தோஷப்படுத்துவதற்கு ஒருவர் தேவையில்லையா? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, நான் ஸ்கூலில் படிக்கும்போது ഏറ്റവും കൂടുതൽ എംപോസിഷൻ. ஆமென். இம்போசிஷன் தெரியும் இல்லையா? എംപോസിഷൻ അത്ര സ്മാർട്ട് ബോയ് ആയിരുന്നു ഞാൻ. ஆமென். அவ்வளவு ஆமென் நல்ல பிள்ளையா நான். നല്ല ടാലന്റഡ് ബുദ്ധിമാൻ. ஆமென். நல்ல டேலண்ட் உள்ள நல்ல புத்தியுள்ள மனுஷன். ഒരു ആൻസർ 1000 പ്രാവശ്യം എന്നെ കൊണ്ട് സാർമാർ എഴുതി. ஆமென். ஒரு ஆமென் கேள்வியினுடைய மறுபடி 1000 முறை என்னை கொண்டு ஆசிரியர்கள் எழுத എന്റെ வைப்பார்கள். ടീച്ചറിന് അറിയാമെന്ന് തോന്നുന്നു, ഞാൻ അവരെക്കാൾ ദൈവം എന്നെ ഉയർത്തുവന്ന്. ஆமென். என்னுடைய ஆசிரியர்களுக்கு தெரியும்னு நினைக்கிறேன், அவர்களை விட கர்த்தர் என்னை உயர்த்துவார் என்று. അതുകൊണ്ട് അവരെന്നെ പല പ്രാവശ്യം കസേര കയറ്റി നിർത്തി. ஆமென். ஆகையினாலே அநேக முறை என்னை ஆமென் பெஞ்சில் ஏற்றி விட்டாங்க. അതെല്ലാം നമ്മുടെ ട്രെയിനിങ് ആയിരുന്നു. ஆமென். இதெல்லாம் ஆமென் நம்முடைய ட்ரைனிங் ஆயிருந்தது. അതിനെല്ലാം നിന്ന് കൊടുക്കണം. ஆமென். இதற்கெல்லாம் ஒப்பு கொடுத்தோம். അവൻ അപ്പോഴാ ദൈവം നമ്മളെ വളരുമാ. அப்போதுதான் ஆண்டவர் நம்மை உயர பண்ணுவார். അവൻ നമ്മുടെ തലമുറകൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. நம்முடைய தலைமுறைகளுக்கு ஒரு சந்தோஷம் உண்டாகட்டும். അമ്മ അപ്പന്റെ സന്തോഷം കണ്ട് അവര് വളരണം. தாயும் தகப்பனுடைய சந்தோஷத்தை கண்டு பிள்ளைகள் வளர்ச்சி அடையணும். അവര് എന്നോട് ഒത്തിരി പേരൻസ് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ പാസ്റ്റർ ചർച്ചിൽ പോകുന്നത്? ஆமென். அநேக കുഞ്ഞുങ്ങൾ பிள்ளைகள் சொல்லுகிறதை கேட்டிருக்கிறேன், எதற்காக நான் சபைக்கு கடந்து செல்ல வேண்டும்? അവിടൊന്നും പ്രത്യേകതയില്ല. ஆமென். கடந்து செல்லுகிறதில் எந்த பிரயோஜனமும் இல்லை. അവർക്ക് ആനന്ദം കണ്ടെത്തുന്ന ഇടമാകട്ടെ ദൈവത്തിന്റെ സഭ. இவர்கள் சந்தோஷப்படுகிற இடமாய் மாறட்டும் தேவனுடைய ஆலயம். അത് വെറും പാട്ടും കൂത്തും അല്ല. ஆமென். வெறும் பாடல் மாத்திரம் அல்ல. ഈ തലമുറ സന്തോഷിക്കട്ടെ. இந்த தலைமுறை சந்தோஷப்படுகிற தலைமுறையாய் കരമടിച്ച് കർത്താവിന് നന്ദി കൊടുക്കട്ടെ. கரங்களை தட்டி ஆண்டவருக்கு நன்றி செலுத்துவோமே. ഞാൻ ഒരുപാട് ഫ്യൂണറൽ ഹോമുകളിൽ പോയിട്ടുണ്ട്. ஆமென். அநேக ஆமென் அடக்க ஆராதனைகளிலே நான் கடந்து போயிருக்கிறேன். എല്ലാവരും അടക്കിയിട്ട് തിരിച്ചു പോകും. ஆமென். எல்லா மனிதர்களையும் அடக்கம் பண்ணி ஆமென் எல்லாரும் திருப்பி போவார்கள். ഇവിടുത്തെ സിസ്റ്റം എനിക്ക് അറിയത്തില്ല. இங்க உள்ளதான சிஸ்டம் எனக்கு தெரியாது. ഞങ്ങളുടെ അവിടെ അടക്കം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് അതുവരെ കരഞ്ഞവര് തിരിച്ചങ്ങോട്ട് ചെന്നിട്ട് ചായ കുടിച്ച് 3 വട 1 പപ്സ് 1 പഴം. ஆமென். ஆமென். இங்க உள்ள ஆமென் சூழ்நிலை எனக்கு தெரியாது. ഈ നാട്ടിലുണ്ടോ? ഇല്ല. ഉണ്ട്. ഉണ്ട്. ഉണ്ടാ ഇല്ല? ഉണ്ട്. ഉണ്ട്. അയ്യോ ചായയും കുടിച്ച് പപ്സും കുടിച്ച് അയ്യോ തള്ള പോയി. കഞ്ഞിയ ഹയറാ. ഓ, ഞങ്ങൾ ഇത്രയും കഴിക്കും, നിങ്ങൾ ഇത്രയും കഴിക്കും. ആർക്കും ആ കല്ലറ തുറക്കാനോ അതിൽ നിന്നിരിക്കുന്ന ആള് തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ஆமென். யாரும் அந்த கல்லறை திறப்பதற்கோ அங்க இருக்கிற மனிதர்கள் இனி திரும்பி வருவார்கள் என்ற எந்த எதிர்பார்ப்பும் யாருக்கும் இல்லை. വലിയ അഭിഷേകമൊക്കെ ഉള്ളവരാണ് നമ്മൾ. ஆமென். பெரிய அபிஷேகம் உள்ளவர்கள் தான் நாம. എലിശായെ അടക്കം ഞാൻ ഓർക്കുകയാണ്. ஆமென். எலிசாவை அடக்கம் பண்ணின அந்த காரியத்தை நான் நினைவு கூறுகிறேன். കല്ലറ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും എന്റെ അമ്മയൊക്കെ അടക്കി ആ കല്ലറ അടച്ചുകൊണ്ടിരിക്കുന്നവർ ആ മേശരിയൊക്കെ പറയണം, അയ്യോ ഡെഡ് ബോഡി ഇറങ്ങി വരുന്നേ. ഓ, ആ സീൻ ഓർത്ത് നോക്കി. ஆமென். அந்த சூழ்நிலை ஒன்று சிந்தித்து பாருங்க. என்னுடைய தாய் ஒருவேளை அடக்கம் பண்றாங்கன்னு வச்சுக்கிடுங்க. அந்த சூழ்நிலையில ஆமென் அந்த மேஸ்திரி ஆமென் இந்த டெட் பாடி எழும்பி வருகிறது என்று ஓடுகிற அனுபவத்தை சிந்தித்து பாருங்க. അടച്ചുകൊണ്ടിരിക്കുമ്പോ ஆமென். அது வேலை செய்து கொண்டிருக்கும் போது ആ കാലിങ്ങനെ ഇറങ്ങി വരുന്ന സീൻ ഒന്ന് കണ്ടേ. அந்த கால் ஒன்று வெளிப்பட்டு வருகிறது. ஆமென். அந்த சூழ்நிலை ஒன்று நினைவு கூறுங்களே. Is it possible? இது சம்பவிக்குமா? ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, சிஷ்யர்கள் இயேசுவிடத்தில் சொன்னார்கள். മാർത്തയും മറിയം പറഞ്ഞു, നോ നോ നോ. மார்த்தாலும் மரியாளும் சொன்னார்கள், இனி முடியாது. പക്ഷെ അഭിഷേകം പറയുന്നു. ஆனால் அபிஷேகம் சொல்லுகிறது. ആരും പറയാത്തത് അഭിഷേകം പറയും. யாரும் சொல்லாததை அபிஷேகம் சொல்லுகிறது. அப்படிയല്ല அப்படிയല്ല அப்படியல்ல என்று അവൻ ഇറങ്ങി വരും. ஆமென். அவன் வெளிப்பட்டு வருவான். അവൻ വിളിച്ചാൽ അവൻ ഇറങ്ങി വരും. நான் கூப்பிட்டால் அவன் எழும்பி வருவான். നിങ്ങൾക്കറിയാമോ ലാസറിന്റെ കല്ലറ ഒരു ചെറിയ സെല്ലായിരുന്നില്ല. ஆமென். லாசருடைய கல்லறை ஆமென் ஒரு கல்லறையா இருக்கவில்லை. ആമേൻ. അതൊരു വലിയ കല്ല് പിടിച്ചു വെച്ചിരുന്ന ഇടമാണ്. ஆமென். ஒரு பெரிய கல்லினால் அடைக்கப்பட்ட ஒரு இடம். അതിന്
ഈ നിരപ്പ് പോയിട്ട് ഒരാള് ഇങ്ങനെ ചെന്ന് 3-4 സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഒരു കുഴി പോലുള്ളിടത്താണ് ലാസറിന്റെ കല്ലറ. ആമേൻ. ഒരു കുഴി പോലെ ഇരിക്കുന്ന ഒരു സൂழ்நிலைയിൽ തന്റെ ലാസറിന്റെ കല്ലറ வைக்கப்பட்டிருக்கிறது. ആ ബേഥാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. அந்த பெத்தானியா தேசத்துக்கு ஒரு சூழ்நிலை ஆமென் இருந்தது. ബേഥാനിയല്ലേ ബേഥാനിക്ക് അവരുടെ ഒരു കൾച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. ബെത്താനിയാവിലുള്ള കൾച്ചർക്ക് ഒരു ആമേൻ മുഖ്യത്വം ഇരുന്നത്. 3 ദിവസം വരെ ഈ ബോഡി ഉയർക്കാൻ സാധ്യതയുണ്ട്. ആമേൻ. 3 നാൾകൾ വരെ ആമേൻ இந்த ശരീരം ഒരുവേള എളുമ്പി വരലാം. അവരുടെ വർക്ക് ലെസ് ആയ അവയവങ്ങളെ പോലും പ്രൊവോക്ക് ചെയ്യുന്ന പോലാണ് അവരുടെ പൂശുന്ന തൈലത്തിന്റെ പവർ. ആമേൻ. അവர்கள் பூசுகிறதான தைலத்தினுடைய வல்லமை என்று சொல்லக்கூடியது இந்த 3 ദിനങ്ങളിലെ ആമേൻ அவங்க எழும்பி வரக்கூடிய ஒரு சூழ்நிலை உருவாகலாம். ഇനി അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ, അതുകൊണ്ടാണ് യേശു വെയിറ്റ് ചെയ്തത് 4 ദിവസം. அது தாண்டினால் மாத்திரமே ஆமேன் இவர்களை நம்ப வைக்க முடியும். ஆகையினால தான் இயேசு 4வது தினத்திலே கடந்து வருகிறார். അപ്പോൾ എല്ലാ സാധ്യതകളെയും അവസാനം ஆமேன். எல்லா ஆமேன் சூழ்நிலைகளும் ஆமேன் அடைக்கப்பட்டது. യേശു പറയാണ് ലാസറേ പുറത്തു വരിക. இயேசு சொல்லுகிறார் ലാസറേ வெளியே வா. നമ്മൾ ആരും അങ്ങനെ വിളിക്കത്തില്ല. நாம யாரும் அப்படி கூப்பிடுவதில்லை. നമ്മൾ ഡെഡ് ബോഡി കാണാൻ പോകാറുണ്ട്. ஆமென். நாம சரீரத்தை பார்க்க கடந்து போவோம். പക്ഷേ അയ്യോ അയ്യോ പറഞ്ഞ് നമ്മൾ തിരിച്ചു വരും. ஆமென். நாம ஐயோ என்று சொல்லி திரும்பி வருவோம். പക്ഷേ നമ്മൾ ആരും നമ്മുടെ അഭിഷേകത്തെ ഉപയോഗിക്കാറില്ല. நாம யாரும் நமக்கு கர்த்தர் கொடுத்த அபிஷேகத்தை உபயோகப்படுத்துவதில்லை. ഞാനും അഭിഷേകത്തെ ഉപയോഗിച്ചിട്ടില്ല. நானும் அபிஷேகத்தை உபயோகப்படுத்தினதில்லை. ചില സമയങ്ങളിൽ എന്റെ അഭിഷേകം പറയും നോ നോ നോ. சில நேரங்களில் என்னுடைய அபிஷேகம் சொல்லுகிறது நோ நோ என்று சொல்லி. എനിക്ക് പ്രവർത്തിക്കാനുണ്ട്, எனக்கு கிரியை செய்ய உண்டு. എത്ര പേരുടെ അഭിഷേകം സംസാരിക്കാറുണ്ട്? எத்தனை பேரிடத்தில் அபிஷேகம் பேசுகிறது? ആര് ചെയ്യാത്തത് ചെയ്യാനാ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തത്. யாரும் செய்ய முடியாததை செய்வதற்கு தான் ஆண்டவர் நம்மை அபிஷேகம் பண்ணி இருக்கிறார். എനിക്ക് അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടെന്ന് പറയുന്നത് എത്ര പേരുണ്ട്? കൈ കാണിച്ച്. அப்படிப்பட்ட ஒரு அபிஷேகம் எனக்கு உண்டு என்று சொல்றவங்க கரங்களை உயர்த்துவோமா? ஹல்லேலூயா. Let me see. 1 2 3. ஐயோ, ബാക്കി എല്ലാവരും എതുക്കി இருக்க தெரியாது. ஆமென். மீதமுள்ளவங்க எல்லாம் எதுக்கு இருக்கீங்கன்னு தெரியல. എന്റെ അഭിഷേകം ഒന്നും ചെയ്യത്തില്ല പാസ്റ്റർ. ஆமென். என்னுடைய அபிஷேகம் ஒன்றும் செய்யாது பாஸ்டர். അയ്യോ, അങ്ങനെ പറയല്ലേ. அப்படி சொல்ல கூடாது. ആര് ചെയ്യാത്തത് ചെയ്യുന്ന ഒരു അഭിഷേകം എനിക്കുണ്ട്. யாரும் செய்ய கூடாததை செய்கிற ஒரு அபிஷேகம் எனக்குள்ளே உண்டு. ആരും പറയാത്തത് പറയുന്ന ഒരു അഭിഷേകം എനിക്കുണ്ട്. யாரும் பேசாததை பேசுகிற ஒரு அபிஷேகம் எனக்குள்ளே உண்டு. ഞാൻ എപ്പോഴും ഇത് പറയും. நான் எப்போதும் இதை சொல்லுவேன். എന്റെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഞാൻ പറയാറുണ്ട്. என்னுடைய வாழ்க்கையில் எல்லா சூழ்நிலையிலும் நான் சொல்லுவது ഞാൻ എനിക്കറിയാം ആരും ചെയ്യാത്തത് ചെയ്യുന്ന ഒരു ദൈവം എന്റെ ദൈവം. ആമേൻ. எனக்கு தெரியும் யாரும் செய்ய முடியாததை செய்கிறவர் தான் நான் ஆராதிக்கிற தெய்வம். ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര വലിയൊരു ഒരു ദോഷം പറഞ്ഞു. நான் அதை சொல்லும்போது பரிசுத்த ஆவியானவர் என்னிடத்தில் சொன்னார், സഭ എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. ஆமென். சபை என்று சொல்லக்கூடியது ஆமென் சரீரமாகிய கிறிஸ்து என்று சொல்லி. അതിനൊരു ബിൽഡിംഗ് വേണമെന്നില്ല. அதற்கு ஒரு பெரிய ஆமென் கட்டிடம் தேவையில்லை. ഇതെല്ലാം അതിന്റെ കൂടി വരവിന് വേണ്ടിയുള്ളതാണ്. ஆமென். இதெல்லாம் நாம கடந்து வருவதற்காக ஆயத்தப்படுத்தப்பட்டிருக்கிறது. സർവ്വ ഭൂമിയിൽ വ്യാപരിച്ചു കിടക്കുന്നതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ஆமென். சர்வ பூமியிலேயும் ஆமென் வியாபரித்து நிற்கிறது தான் ஆமென் பாடி ஆஃப் கிரைஸ்ட். ഞങ്ങൾ അതിന്റെ ഒരു ചെറിയ അംശമാണ്. நாங்கள் அதிலே ஒரு சின்ன ഒരു ഭാഗമായി ഇருந்து കൊണ്ടിരിക്കുന്നു. ഊഴിയം ചെയ്യുന്ന സഭയിലെ പാസ്റ്ററും ഇതിനകത്തിരിക്കുന്ന പ്രൈസിലോട് പറയുന്ന ആ പരിശുദ്ധാത്മാവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ എല്ലാവരും വേലക്കാരാണ്. ആമേൻ. இங்க ஊழியம் செய்கிறதான சபையினுடைய ஊழியக்காரரும் இங்க இருக்கிறதான ஆமென் பிரைஸ்லோட் சொல்லுகிற ஆமென் ஆராதிக்கிற அபிஷேகத்தை பெற்றுக்கொண்டவங்க எல்லாருமே ஆமென் இதுல ஒரு சின்ன பகுதியா இருக்கிறோம். പക്ഷേ നമ്മൾ ആരും അത് ഉപയോഗിക്കുന്നില്ല. நாம யாரும் இதை உபயோகப்படுத்துவதில்லை. ഉപയോഗിക്കുന്നു. அவர்கள் இதை உபயோகப்படுத்துகிறார்கள். അത് ഉപയോഗിക്കാൻ താല്പര്യമില്ല. ஆமென். உங்களுக்கு அதை உபயோகப்படுத்த விருப்பமில்லை. അത് ഉപയോഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. அதை உபயோகப்படுத்தும் போது அற்புதம் சம்பவிக்கிறது. ആമേൻ. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു, നീ പാസ്റ്ററാണോ? என்னிடத்தில் கேட்டார்கள், நீ போதகரா என்று. ഞാൻ പാസ്റ്റർ ഒന്നുമല്ല. ஆமென். நான் பாஸ்டர் ஒன்றுமல்ல. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. பரிசுத்த ஆவியானவர் எனக்குண்டு. പരിശുദ്ധാത്മാവാണ് എല്ലാത്തിന്റെയും താക്കോൽ, കീ. ஆமென். பரிசுத்த ஆவியானவர் தான் எல்லாவற்றிற்கும் திறவுகோலாய் இருக்கிறார். പരിശുദ്ധാത്മാവാണ് എല്ലാത്തിന്റെയും ഓപ്പറേഷൻ. ஆமென். பரிசுத்த ஆவியானவர் தான் எல்லாவற்றையும் நியந்திரிக்கிறவர். അപ്പോൾ നിനക്ക് വിശ്വാസമുണ്ടോ ഇത് ദൈവം ചെയ്യുമെന്ന്? ஆமென். நீ விசுவாசிக்கிறாயா இன்றைக்கு ஆண்டவர் செய்வார் என்று? അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. நான் சொன்னேன், நான் விசுவாசிக்கிறேன். വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണം. ஆமென். விசுவாசிக்கிறது என்று சொன்னால் அப்படி சொல்ல வேண்டும். അപ്പോൾ യേശു ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്. இயேசு இங்க உண்டா என்று கேட்டால் உண்டு என்று சொல்ல வேண்டும். എവിടെ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? எங்க என்று கேட்டால் அதை ஆமென் காண்பிக்க முடியுமோ? നമ്മൾ അതിനെ തറപ്പിച്ചു പറയണം. நாம் அதை ஆமென் ஆமென் உறுதிப்படுத்தி சொல்லணும். ഇവിടെയുണ്ട്, ഇപ്പോഴുണ്ട്, എന്റെ ശരീരത്തിലുണ്ട്. ஆமென். இங்க உண்டு, இப்போது இருக்கிறார், என்னுடைய சரீரத்தில் இருக்கிறார். ഈ ഇരിക്കുന്ന പാസ്റ്ററിലും ഉണ്ട്. ഈ இங்க இருக்கிற
போதகரிலேயும் ഈ உண்டு, കുഞ്ഞുങ്ങളിലുണ്ട്, இந்த பிள்ளைகளிலேயும் உண்டு, എല്ലാവരിലും യേശുവുണ്ട്. எல்லா மனிதர்களிடத்திலேயும் இயேசு உண்டு. യേശു വെറുതെ ഇരിക്കാൻ വന്നവനല്ല. இயேசு ஆமென் அப்படியே இது அமர்வதற்காக வந்தவர் அல்ல. It's a moving spirit. ஆமென் அது அசைவாடுகிற வல்லமை. ഇത് സഞ്ചരിക്കുന്ന ആത്മാവാണ്. ஆமென் இது அசைவாடுகிற ഇത് ஆவியானவர். പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന இது ആത്മാവാണ്. கிரியை செய்து கொண்டிருக்கிற ஆவியா അതിന്റെ இருக்கிறது. ഒന്നാമത്തെ തെളിവ് ഞാൻ പറയാം. ஆமென் ஒன்றாவது தெளிவை சொல்லுகிறேன். അതാണ് അവന്റെ ജീവനായ ശ്വാസം. அதுதான் அவருடைய ஜீவனாய் இருக்கிற சுவாசம். ശ്വാസം നമ്മളിൽ നിന്ന് വരുന്നത് പോലെ യേശു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ஆமென் நமக்குள் சுவாசம் வெளிப்படுகிறது போல இயேசு ஆமென் ചലിத்துக் ഈ கொண்டிருக்கிறார். ഭൂമിയിലെ ഏറ്റവും പവർ മൂവിംഗ് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ஆமென் இந்த உலகத்திலே ഏറ്റവും பவராய் இருக்கிற மூவிங் சம்பவம் என்னவென்று கேட்டால், ഏറ്റവും വലിയ സ്പീഡുള്ള ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ, ஆமென் அதிக ஆமென் ஸ்பீடு உள்ளதான வல்லமை ஏது என்று கேட்டால், അമേരിക്കയും നാസയും വിട്ട റോക്കറ്റിനല്ല സ്പീഡ്. அமெரிக்காவும் நாசாவும் அனுப்பின ராக்கெட்டிலே அல்ல ഞാൻ அதிவேகம். ശ്വസിക്കുന്ന പ്രാണവായുവിനാണ് സ്പീഡ്. ஆமென் நான் சுவாசிக்கிற சுவாசத்துக்கு தான் அதிவேக ஸ்பீடு இருக்கிறது. ഈ സ്പീഡിലാണ് ഈ ലോകം ചലിക്കുന്നത്. ஆமென் இந்த வேகத்திலே தான் இந்த உலகம் ஆமென் சலித்துக் ഈ கொண்டிருக்கிறது. പ്രാണനില്ലെങ്കിൽ ഈ ലോകമില്ലെന്നേ. இந்த பிராணன் இல்லை என்று சொன்னால் இந்த உலகம் இல்லை. എല്ലാം ഇരുളായിരുന്നു. ஆமென் எல்லாம் ஆமென் இருட்டாயிருந்தது, ഈ പ്രാണനില്ലെങ്കിൽ இருளாயிருந்தது. എല്ലാം പാഴും ശൂന്യവുമാണ്. ஆமென் இந்த ஜீவன் இல்லை என்று சொன்னால் எல்லாம் பாலும் சூன்யவுமாய் மாற்றப்பட்டது. എല്ലാ പാടിനെയും ശൂന്യത്തെയും ബെസ്റ്റാക്കിയത് ഈ ജീവനാണ്. ஆமென் ஒழுங்கில்லாய்மை வெறுமையுமாய் இருந்ததை ஆமென் மேன்மையானதாய் மாற்றினது இந்த ஜீவன். അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. லூக்கா எழுதின சுவிசேஷ புத்தகம் 4வது அதிகாரத்தை வாசிக்கும்போது தெரியும். Oh, let me conclude. 3-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. ஆமென் 3வது அதிகாரத்தை வாசிக்கும்போது അയ്യോ, தெரியும். മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. மத்தேயு 1வது அதிகாரத்தை வாசிக்கும்போது தெரியும். ദൈവദൂതൻ വന്ന് മറിയോട് സംസാരിക്കുന്നു. ஆமென் தேவதூதன் மரியாளிடத்தில் பேசுகிறார். ഇവിടം വരെ പോയതുപോലല്ല ഇനി കാര്യങ്ങൾ പോകാൻ പോകുന്നത്. ஆமென் இதுவரை நடந்தது போல அல்ல இனி சம்பவிக்க போகிறது. ഇനി പുതിയൊരു തലത്തിലേക്ക് കാര്യങ്ങൾ തിരിയാൻ പോവുകയാണ്. ஆமென் புதிய ஒரு சூழ்நிலையிலே மாற்றப்படுகிறது. നീ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ കണ്ടിട്ടുണ്ട്. நீ வானத்தையும் பூமியை உண்டு பண்ணின தேவனை பார்த்திருக்கிறாய். അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുണ്ട്. அற்புதங்களையும் அடையாளங்களையும் பார்த்திருக்கிறாய். നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനകത്ത് സ്ക്രിപ്ചറിനകത്ത് ഇതെല്ലാം ഉണ്ട്. ஆமென் உன்னுடைய கரங்களில் இருக்கிற வேத புத்தகத்திலே இதெல்லாம் இருக்கிறது. നിന്റെ കയ്യിലിരിക്കുന്ന തൽമൂദിനകത്ത് ഇതെല്ലാം ഉണ്ട്. ஆமென் உன்னுடைய கரத்தில் இருக்கிற தல்முதுகளிலே இதெல்லாம் இருக்கிறது. പുരോഹിതന്മാരുടെ കയ്യിൽ അതുണ്ട്. ஆமென் புரோகிதர் ஆசாரியர்களுடைய ആലയത്തിനകത്ത് റിപ്പോർട്ടുകളുണ്ട്. ஆலயங்களுக்குள்ள ரிப்போர்ட்டுகள் இருக்கிறது. പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. பிராகாரம் இருக்கிறது, பரிசுத்த ஸ்தலம் இருக்கிறது, அதிபரிசுத்த ஸ்தலம் இருக்கிறது. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല. அதிபரிசுத்த ஸ்தலத்திலே யாரும் கடந்து போக முடியாது. ഞാൻ ആ വിലക്കുകളെ മാറ്റാൻ പോവുകയാണ്. ஆமென் அந்த ஆமென் சூழ்நிலைகளை மாற்றி அமைக்க போகிறேன். ഞാനൊരു പുതിയ ലോകം ഉണ്ടാക്കാൻ പോവുകയാണ്. நான் ஒரு புதிய உலகத்தை உண்டு பண்ண போகிறேன். ഞാൻ മനുഷ്യരിൽ ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. மனிதர்களிலே ஒரு மாற்றத்தை உண்டு பண்ண നിന്റെ போகிறேன். ദേശത്തിൽ ഒരു മാറ്റം വരുത്തും. உன்னுடைய தேசத்திலே ஒரு மாற்றத்தை உண்டு നിന്റെ பண்ணுவேன். ഫാമിലിക്ക് ഒരു മാറ്റം വരുത്തും. உன்னுடைய குடும்பத்திலே ஒரு மாற்றத்தை உண்டு നിന്റെ பண்ணுவேன். ബോഡി സിസ്റ്റത്തിന് ഞാൻ ഒരു മാറ്റം உன்னுடைய വരുത്തും. சரீரத்தின் அவயவங்களிலே ஒரு மாற்றத்தை உண்டு നിന്റെ பண்ண ബ്രെയിൻ போகிறேன். സിസ്റ്റം ഞാൻ മാറ്റും. உன்னுடைய பிரைனிலே ஒரு மாற்றத்தை உண்டு பண்ண നിന്റെ போகிறேன். തിങ്കിങ് തോട്ട്സ് വ്യൂസ് ആറ്റിറ്റ്യൂഡുകളെ ഞാൻ മാറ്റും. உன்னுடைய சிந்தையிலே நீ சிந்திக்கிற காரியங்களிலே ஒரு மாற்றத்தை உண்டு பண்ண போகிறேன். അങ്ങനെ ചിലതിലേക്ക് ഞാൻ തിരിയാൻ പോവുകയാണ്. அப்படிப்பட்ட சில காரியங்களிலே அவன் திருப்ப போகிறேன். എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എല്ലാം മാറി മറിയുന്നത് കാണണം? எத்தனை பேருக்கு இப்படிப்பட்டவைகளை காண வேண்டும் என்று എനിക്കെല്ലാം പുതിയതായി കാണണം. எனக்கெல்லாம் புதியதாய் பார்க்க എന്റെ வேண்டும். വീടിന്റെ അന്തരീക്ഷം മാറണം. என்னுடைய இல்லத்தினுடைய சூழ்நிலை എന്റെ மாறணும். ശരീരത്തിന്റെ സിസ്റ്റം മാറണം. என் சரீரத்தின் சூழ்நிலை மாறணும். എന്റെ ജനറേഷനിൽ ഒരു പ്രത്യേകത കാണണം. என்னுடைய தலைமுறையிலே ஒரு மாற்றம் காண வேண்டும். ഒരുപാട് മക്കൾ ജനിച്ചിട്ടുണ്ട്. அநேக பிள்ளைகள் பிறந்திருக்கிறார்கள். ഒരുപാട് കന്യകമാർ കാത്തിരുന്നിട്ടുണ്ട്. அநேக கன்னிகைகள் காத்திருந்திருக்கிறார்கள். ഒരുപാട് കന്യകമാർ പിന്നെ വിവാഹിതരായിട്ടുണ്ട്. அநேக கன்னிகைகள் திருமணமாய் ഏ இருக்கிறார்கள். മറിയം, നീയും വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ஆமென் மரியாளே உனக்கும் திருமணம் நிச்சயிக்கப்பட்டிருக்கிறது. പക്ഷെ നീ അങ്ങനെ നിശ്ചയിക്കുന്ന പോലെ കാര്യം നടക്കത്തില്ല. நீ நிச்சயித்திருக்கிறது போல காரியம் சம்பவிப்பதில்லை. കാരണം നീ ജനിക്കും മുമ്പേ நீ ஆமென் நீ பிறப்பதற்கு முன்பதாகவே അബ്രഹാം മുതൽ ஆபிரகாம் முதல் നൂറ്റാണ്ടുകളായ ഒന്നാം ആദം മുതൽ ஆமென் நூற்றாண்டுகளாய் 1ஆம் ஆதாம் முதல் നിന്നെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. ஆமென் உன்னை நான் சொப்பனத்திலே கண்டிருக்கிறேன். വേദപുസ്തകം വേദപുസ്തകത്തിലെ മത്തായിയുടെ സുവിശേഷം പറയുന്നു. மத்தேயு எழுதின சுவிசேஷ புத்தகம் சொல்லுகிறது. അതിന്റെ 1-ാമത്തെ അധ്യായം മുതൽ പറയുന്നു. അതിന്റെ 1வது அதிகாரம் சொல்லுகிறது. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ
ആബ്രഹാമിൻ കുമാരനാകിയ ദാവീദിൻ കുമാരൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി. യേശു ക്രിസ്തുവിൻ ആമേൻ വംശവരലാറ്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ആബ്രഹാം ഈസാക്കை பெற்றான். ഇസ്ഹാക്ക് യാക്കോബിനെ പ്രസവിച്ചു. ഈസാക്ക് യാക്കോബൈയും ജനിപ്പിച്ചു. பெற்றான். അവൻ യാക്കോബ് യഹൂദയും അവന്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു. യാക്കോബ് യൂദാവൈയും അവൻ സഹോദരന്മാരെയും பெற்றான். തമാരിൽ പാരസിനെ ജനിപ്പിച്ചു. യൂദാ പാരാരെയും സേരാവൈയും பெற்றான். ഇങ്ങനെ ഒരുപാട് അപ്പനപ്പന്മാരുടെ കണ്ണികൾ എന്റെ കയ്യിലുണ്ട്. இப்படி अनेक தகப்பன்களுடைய ஆமென் വംശവരലാറ് ഇങ്ങനെ അവരോട് ആരോട് സംസാരിച്ചില്ല. ആമേൻ. ഇവர்கள் யாரிடத்திலேயும் பேசவில்லை. ഞാൻ അബ്രഹാമിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അബ്രഹാമിന്റെ ഇല്ലത്തിലെ പോയിരിക്കുന്നു. ഞാൻ സാറയോട് സംസാരിച്ചിട്ടുണ്ട്. സാരയിടത്തിലെ പേശിയിരിക്കുന്നു. ഞാൻ ഇസഹാക്കിനോട് സംസാരിച്ചിട്ടുണ്ട്. ഈസാക്കോട് പേശിയിരിക്കുന്നു. ഞാൻ യാക്കോബിന് വേണ്ടി യാബോക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ യാക്കോബുക്കാக യാബേക്കിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ അവന്റെ മുമ്പിൽ ഏണിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനുക്ക് മുൻപതായി ഏണിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ അവനുമായി മൽപ്പിടുത്തത്തിന് നിന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ അവനോട് ആമേൻ പോരാടിയിരിക്കുന്നു. പക്ഷേ ഞാൻ അവരോട് ആരോട് സംസാരിച്ചിട്ടില്ല. അവർ യാരിടത്തിലെയും പേശിനതില്ല. ഞാൻ ഏലിയാവിനെ എലിശായെ അഭിഷേകം ചെയ്തു. ഞാൻ എലിയാവെയും എലിശാവെയും അഭിഷേകം ചെയ്തു. ദാവീദിനെ അഭിഷേകം ചെയ്തു. ദാവീദെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേഹൂവിനെയും എല്ലാവരെയും അഭിഷേകം ചെയ്തിട്ടുണ്ട്. യേഹൂവെയും എല്ലാവരെയും അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ ഇഷ്ടം പോലെ പേരുടെ മേൽ പ്രവചനാത്മാവിനെ അയച്ചു. ഞാൻ അനേകർക്ക് മേൽ ദീർഘദർശനാവി അനുപ്പിയിരിക്കുന്നു. ഞാൻ വിധവയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ വിധവയുടെ ഇല്ലത്തിലെ കടന്നു പോയിരിക്കുന്നു. ഞാൻ മരിച്ച കൊച്ചിനെ ഉയർപ്പിക്കാൻ നിന്നു കൊടുത്തിട്ടുണ്ട്. മരിച്ച പിള്ളയെ ഉയരോട് എളുപ്പതற்கு നിന്നിരിക്കുന്നു. എല്ലാത്തിനും കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവറ്റർക്കും കൂടെ ഇരുന്നിരിക്കുന്നു. അയ്യോ യഹാന്തക്ക് മോശയുടെ കൂടെ ഞാൻ നിന്നു. ഞാൻ മോശയോട് കൂടെ നിന്നിരിക്കുന്നു. അഗ്നിയിൽ ഞാൻ ഇറങ്ങി വന്നു. അഗ്നിയിലെ ഇറങ്ങി വന്നു. ഒരു വടിയും പിടിച്ചുകൊണ്ട് വാളുകളെ ഞാൻ തകർത്തു കളഞ്ഞു. അവൻ കോலை പിടിച്ചുകൊണ്ട് വാളുകളെ ഉടൈത്തു പോട്ടു. ഞാൻ വെട്ടുക്കിളികളെ ഇറക്കി. ഞാൻ വെട്ടുക്കിളികളെ അവൻ അനുപ്പിയിരിക്കുന്നു. ഫറവോന്റെ സൈന്യങ്ങളെ തകർത്തു കളഞ്ഞു. ഫറവോനിൻ സേനയെ തകർത്തിരിക്കുന്നു. അവന്റെ ഉരുക്ക് രഥങ്ങളെ ഞാൻ പൊളിച്ചു കളഞ്ഞു. അവന്റെ രഥങ്ങളെ ഉടൈത്തു പോട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ മോശയോട് പറഞ്ഞില്ല. ஆனால் நான் மோசையோடு சொல்லவில்லை. എനിക്ക് നിന്റെ മേൽ ഒരു ചിലതിനെ ജനിപ്പിക്കണമെന്ന്. ആമേൻ. എനിക്ക് ആമേൻ ഉന്മേലെ ചിലരെ പെറ്റെടുക്ക வேண்டும். ഓ ആരോടും പറയാത്തത് ഞാൻ നിന്നോട് പറയുന്നു. யாரோடும் சொல்லாததை நான் உன்னிடத்தில் சொல்லுகிறேன். മറിയം മറിയേ, കൃപ ലഭിച്ചവളേ, ആമേൻ கிருபை பெற்றவளே, അവർക്കാർക്ക് കിട്ടാത്തത് കിട്ടിയവളേ, ആമേൻ മറ്റുള്ളവർക്ക് கிடைக்காததை பெற்றுக்கொண்டവളே. ഓ somebody say hallelujah. ആമേൻ ചൊല്ലുங்க ഹല്ലേലൂയ. എനിക്ക് ലഭിച്ച ഭാഗ്യം എന്ന് പറഞ്ഞു സന്തോഷിച്ചേ. எனக்கு கிடைத்த பாக்கியம் என்று சொல்லி சந்தோஷப்படுவோம். ഞാൻ അവരോട് ഈ പ്ലാനുകളെ കുറിച്ച് പറഞ്ഞില്ല. ആമേൻ. ഞാൻ இந்த പാടുകളെ குறித்து யாரிடத்திலேயும் சொல்லவில்லை. ഒരുപാട് പേരെ ജനിപ്പിച്ചു. ആമേൻ. ഒരുപാട് പേർ പിറந்தார்கள் പെറ്റാர்கள் என்றெல்லாம் சொல்லி இருக்கிறோம். ഇതാ ഇപ്പോൾ നീയും ജനിച്ചിരിക്കുന്നു. ആമേൻ. ഇങ്ങ നീയും പിറந்திருக்கிறாய். ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി എനിക്ക് മുൻപായി കടന്നു പോക முடியாது. നിന്റെ മേൽ ചിലത് ഞാൻ തുടങ്ങാൻ പോവാണ്. ഉന്മേലെ ചിലதை நான் செய்ய போகிறேன். ആരെങ്കിലും പറ എന്റെ മേൽ ചിലത് തുടങ്ങാൻ പോവാണ്. ആമേൻ. சொல்லுங்க എന്മേലെ കർത്തർ ചിലதை செய்ய போகிறார். എന്റെ കുടുംബത്തിൽ ഈ സമയത്ത് എന്തോ ദൈവം ചെയ്യാൻ പോവാണ്. ആമേൻ. இந்த சபையிலே என்னுடைய குடும்பத்திலே ചിലதை செய்ய போகிறார். എന്റെ ജനറേഷൻ ചിലത് ചെയ്യാൻ പോവാ ദൈവം. தலைமுறை மேலே எதை கர்த்தர் செய்ய போகிறார். വായ തുറന്ന് പ്രവചിക്കേ. வாய்களை திறந்து தீர்க்கதரிசனம் சொல்லுங்க. വായ തുറന്ന് നിങ്ങളെ നോക്കി പറ. ஆமென். வாய்களை திறந்து நீங்க உங்களை பார்த்து சொல்லுங்க. യേശു എന്റെ മേൽ ചിലത് തുടങ്ങാൻ പോവാണ്. യേശു എൻ മേലെ ചിലதை செய்ய போகிறார். ദൈവം എന്റെ മേൽ ചിലത് തുടങ്ങാൻ പോവാണ്. ദേവൻ എൻ മേലെ ചിലதை ആരംഭിக்க போகிறார். നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാത്തത് എന്നെ നിങ്ങൾ ആമേൻ சொல்லுங்க. ആമേൻ പറ. ദൈവം എന്റെ മേൽ ചിലത് തുടങ്ങാൻ പോവാണ്. ആമേൻ சொல்லுங்க. ദേവൻ എൻ മേലെ ചിലதை செய்ய போகிறார். പിശാച് കേൾക്കട്ടെ. അത് ശത്രുവാനവൻ കേൾക്കട്டும். ആംബുലൻസിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന രോഗാത്മാവ് കേൾക്കട്ടെ. ആമേൻ. ആംബുലൻസിൽ കൊണ്ടുപോകുന്ന വ്യാധിയസ്ഥൻ அதை കേൾക്കട്டும். ആശുപത്രി കയറ്റാൻ നോക്കുന്ന ദുരാത്മാക്കൾ കേൾക്കട്ടെ. ആമേൻ. ഹോസ്പിറ്റലിൽ இருக்கிற ദുരാത്മ വല്ലമകൾ அதை കേൾക്കட்டும். ഓ മിണ്ട. ആമേൻ. എല്ലാം മൗനമായി இருக்கிறீங்க. ഇഷ്ടപ്പെട്ടില്ല. ആമേൻ. വിരുമ്പലിയാ? ഓക്കേ, പ്രാർത്ഥിക്കാൻ നിർത്തും. ജപിപ്പോ നിർത്ത പോരെ. നിങ്ങൾക്ക് വേണ്ട പിന്നെ എനിക്ക് എന്തിന്? ആമേൻ. உங்களுக்கு தேவையில்லைனா எனக்கு எதற்காக? നിങ്ങൾക്ക് தேவையிല്ലെങ്കിൽ കർത്താവിന് വേണ്ട ഒന്നും വേണ്ട. ആമേൻ. ആമേൻ. പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. അടയ്ക്കുക. കണ്ണുകളെ മൂടുവോ? മൂടില്ല. എന്നെ ഫസ്റ്റ് നമ്മുടെ മേൽ ദൈവം ചിലത് തുടങ്ങാൻ പോവാണ്. ആമേൻ. നമ്മെ കൊണ്ട് കർത്തർ ചിലதை ആരംഭിக்க போகிறார். പറ എന്റെ മേൽ ദൈവം ചിലത് തുടങ്ങാൻ പോവാണ്. ആമേൻ. சொல்லுங்க. என்னை கொண்டு கர்த்தர் சிலதை ஆரம்பிக்க போகிறார். ഐ ലവ് യു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെയാണ് എനിക്കറിയാം. ആമേൻ. எனக்கு உங்களை பிடிக்கும். நீங்க எல்லாம் இப்படிதான் எனக்கு தெரியும். പറ എന്റെ മേൽ ദൈവം ചിലത് തുടങ്ങാൻ പോവാണ്. என் மேல கர்த்தர் சிலதை ஆரம்பிக்க போகிறார் என்று சொல்லுங்க. ആന്റി പറ. ஆண்டி சொல்லுங்க. പറ. ஆமேன். சொல்லுங்க. പറ. ശബ്ദം കേക്ക്. ஆமேன். சொல்லுங்க.
உங்க சத்தம் கேட்கணும். ഇനി ഇവരുടെ നടുവിൽ സ്പീക്കർ ബോക്സ് എല്ലാം സെറ്റ് ചെയ്യ, ഇവരുടെ ശബ്ദം വെളിയിൽ കേൾക്കണം. എന്റെ മേൽ ചിലത് ദൈവം തുടങ്ങാൻ പോവാണ്. என் மேல கர்த்தர் சிலரை ஆரம்பிக்க போகிறார். சொல்லுங்க. പറ 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 പറ. ஹalleluya. சொல்லுங்க சொல்லுங்க சொல்லுங்க. യേശുവിന്റെ നാമത്തിൽ ചൊല്ലടാ മക്കളെ, പറയടാ. இயேசுவின் நாமத்திலே சொல்லுங்க. പറ ചെറുകാരെ പറയടാ. പറ 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 പറ. യേശു എന്റെ മേൽ ചിലത് ആരംഭിക്കാൻ പോവാണ്. கர்த்தர் ஏதோ ஆரம்பிக்க போகிறார். ഒരു വലിയ മർമ്മം ഞാൻ പറയാം. ஒரு பெரிய மர்மத்தை சொல்லுகிறேன். അങ്ങനെ പറഞ്ഞവര് കള്ളം പറയല്ലേ. ஆமென். பொய் சொல்லக்கூடாது. അങ്ങനെ പറഞ്ഞവര് മാത്രം കൈയൊന്ന് പൊക്കിക്കേ. அப்படி சொன்னவங்க மட்டும் ஒன்னு கை வைத்துங்களே. കള്ളം പറയല്ലേ, കർത്താവ് നിങ്ങളെ കാണുന്നു. பொய் சொல்லக்கூடாது, ஆண்டவர் உங்களை பார்க்கிறார். ഇനി അങ്ങനെ ഇനിയും പറഞ്ഞിട്ടില്ലാത്തവര് പറ, യേശു എന്റെ മേൽ ചിലത് ആരംഭിക്കാൻ പോവാണ്. ஆமென். இன்னும் சொல்லாதவங்க சொல்லுங்க, இயேசு என்னை கொண்டு என்னிலே சிலதை ஆரம்பிக்க போகிறார். ഒരുമിച്ച് അങ്ങനെ പറഞ്ഞവർ കൈ ഉയർത്തിക്കേ. ഒരുമിத்து சொன்னவங்க കരங்களை ഉയർത്തി പിടിங்களே. തലയ്ക്ക് മീതെ കർത്താവ് കാണട്ടെ. தலைக்கு மேல ஆண்டவர் பார்க்கட்டுமே. കർത്താവിന്റെ ക്യാമറ നമ്മളെ കാണട്ടെ. ஆமென். கர்த்தருடைய கேமரா நம்மை பார்க்கட்டும். ബ്ലാക്ക് ഷർട്ട് കൈ വെക്കണം. ஆமென். black shirt கை உயர்த்தட்டும். അവൻ അറിയത്തില്ല സഭയിലാ വന്നേന്ന്. ஆமென். அவனுக்கு தெரியல நான் ஆலயத்தில் இருக்கிறேன் என்று. ഇത് ആലയത്തിലാണ് ഇരിക്കുന്നത്. പറ. ஆமென். இருக்கிறது ஆலயத்தில். சொல்லுங்க. പറ, യേശു എന്റെ മേൽ ചിലത് തുടങ്ങാൻ പോവാണ്. இயேசு என் மேல சிலரை ஆரம்பிக்க போகிறார். യേശുവിന്റെ നാമത്തിൽ. இயேசுவின் நாமத்திலே കൈ പൊക്കി, கரம் உயர்த்தி. കൈ താത്തിട്ടു. ஆமென். இனி കരங்களை താഴ്ത്തി போடுங்க. അടുത്ത ഒരു ദൂതൂടെ ഞാൻ പറയാം. അടുത്തൊരു ആമേൻ ആലോചന ചൊല്ലുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അത് കേൾക്കാൻ? എത്ര പേർക്ക് വിരുപ്പം ഇരിക്കുന്നത് കേൾപ്പதற்கு? യേശു ആരുടെ മേലാണോ തുടങ്ങുന്നത്, യേശു யாருடைய மேல் ஆரம்பிக்கிறாரோ അവരുടെ മേൽ പിശാചിന്റെതെല്ലാം അവസാനിക്കും. ആമേൻ. അങ്ങ് ശത്രുവിനുடைய സകലതും ആമേൻ മുടിഞ്ഞു പോകും. നിങ്ങൾക്ക് മനസ്സിലായില്ല? நீங்க புரிந்து கொள்ளல. പറ, യേശു എന്റെ മേൽ ഇന്ന് ചിലത് ആരംഭിക്കുകയാണ്. യേശു എൻ മേൽ ചിലதை ആരംഭിக்கிறார். ഇന്ന് ഇപ്പോൾ ഇന്ന് മുതൽ ചിലதை കർത്തർ ആരംഭിக்கிறார். ഇന്ന് ചിലത് എന്റെ മേൽ തുടങ്ങുകയാണ്. ഇന്ന് കർത്തർ ചിലதை എൻ മേൽ ആരംഭിக்கிறார். ആരാണോ അങ്ങനെ വായ തുറന്ന് പറഞ്ഞത്? யார் வாய்களை திறந்து சொல்லுகிறீங்களோ അങ്ങനെയുള്ളവരുടെ മേൽ പിശാചിന്റെ പ്രവർത്തികൾ അവസാനിക്കട്ടെ. அப்படிப்பட்டவர்கள் மேல சத்துருடைய கிரியைகள் ஆமென் முடிந்து போவதாக. മറിയ, നീ സമ്മതിച്ചോളുക. ആമേൻ. മറിയ, നീ ഏറ്റുകൊ. ആമേൻ. ഒപ്പുകൊടു. ആരുടെ മേലും ആരംഭിക്കാത്തത്, ആമേൻ, யாரிடத்திலேயும் செய்யாதது ഇന്ന് പകൽ നിന്റെ മേൽ ആരംഭിക്കാൻ പോവാണ്. இந்த காலை வேளையிலே உங்கள் மேல் ஆரம்பிக்க போகிறார். നിന്റെ വീടിനകത്തെ ചർച്ചകൾ മാറാൻ പോവാണ്. உன்னுடைய இல்லத்திலே சூழ்நிலைகளை மாற்ற போகிறார். നീ യോസേഫുമായി തിരുമണമല്ലേ ആലോചിച്ചത്? ആമേൻ. നീയും യോസേഫുമായി തിരുമണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. നീയുമായി മറ്റൊരു തിരുമണം സെറ്റ് ആയിരിക്കുന്നു. ആമേൻ. നീയുമായി ഇന്നൊരു തിരുമണം ആമേൻ ഒഴുങ്കുവരുത്തപ്പെട്ടിരിക്കുന്നു. ഒരു റിവൈവൽ മൂവ് നിന്റെ വീടുമായി കണക്റ്റഡ് ആണ്. ഒരു എഴുപ്പുതൽ ഉങ്ങളുടെ ഇല്ലവുമായി தொடர்புபடுத்தப்படுகிறது. ഓ പറ, എന്റെ വീട് ഒരു മിറാക്കിൾ ഹോമായി മാറാൻ പോവുകയാണ്. சொல்லுங்க, ഒരു വിടുതலை നിലമായി മാറാൻ പോകുகிறது. എന്റെ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. என்னுடைய இல்லத்திற்கு ஒரு முக்கியத்துவம் உண்டு. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തിട്ട് പറ, എന്റെ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. പക്കത്തിൽ இருக்கிறவங்களுக்கு കൈ കൊടുത്ത് சொல்லுங்க, என்னுடைய இல்லத்துக்கு ஒரு முக்கியத்துவம் உண்டு. നിങ്ങളുടെ വീടിന് പ്രത്യേകത വേണോ? ആമേൻ. വേണം. പറ. ആമേൻ. ചൊല്ല, മേലെ തമിഴ് ചോദിക്കേ. ആമേൻ. ഉങ്ക വീട്ടിற்கு ആമേൻ മുഖ്യത്വം വേണമാ? പക്ഷെ പാസ എനിക്കും വേണം. എനിക്കും വേണം. എനിക്കും വേണം പാസ. എനിക്കും വേണം. പാസ, നമ്മുടെ വീടിനൊരു പ്രത്യേകത വേണ്ടേ? നമ്മുടെ വീട്ടിற்கு പ്രത്യേകത വേണ്ടേ? പറ പറ പറ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആവശ്യമുണ്ട്? എത്ര പേർ വിരുമ്പുറീങ്ക? ഞാൻ പറയുന്നു, മരണം ജയിക്കാത്ത വീട്. ആമേൻ. മരണം എടുക്കാത്ത വീട്. സ്വീകരിക്ക. മരണം ക്ഷയമായി വിളങ്ങപ്പെട്ട വീട്. ഒരു പിശാച് ജയിക്കാത്ത വീട്. ഒരു ശത്രുവും ജയിക്കാത്ത വീടായി. ഒരു രോഗാത്മാവ് ജയിക്കാത്ത വീട്. ഒരു വ്യാധിയും ജയിക്കാത്ത വീടായി. ഒരു പിശാച് ജയിക്കാത്ത വീട്. ഒരു സാത്താനും വെറ്റി പെടാത്ത വീടായി. അയ്യോ, ചിലര് കൈയടിക്കുന്നുണ്ട്. ആമേൻ. ചിലർ കൈയടിக்கிறதை பார்க்கும்போது ആമേൻ, പിശാച് പറയാ, അയ്യേ വിട്ടിട്ട് പോടാ പാസ്റ്റർ. ആമേൻ. സാത്താൻ ചൊല്ലുന്നു, വിട്ടിട്ട് പോകട്ടും പാസ്റ്റർ. ഇവിടെല്ലാം ഞാൻ കേറാനുള്ളതാണ്. ആമേൻ. ഇങ്ങെല്ലാം ഞാൻ ആമേൻ വാസം பண்ண വേണ്ടിയാണ്. പിശാചേ, ആമേൻ. സാത്താനേ, ഇനി ഒരു വീട്ടിക്കുള്ള നീ കേറக்கூடாது. നീ ഒരു ഇല്ലത്തിലെയും ആമേൻ വാസം பண்ணக்கூடாது. യേശു കേറുന്ന വീടാണ്. യേശു വാസം பண்ணுகிற. ഓ, സ്വീകരിക്ക. വിളിക്കുക. பெற்றுக்கொள்ளுங்கள். എന്റെ കുടുംബത്തിൽ യേശുവാണ് ഇനി മുതൽ. ആമേൻ. ഇന്ന് മുതൽ എന്റെ ഇല്ലത്തിലെ യേശു. ആരുടെ മേലും തുടങ്ങാത്തത്, ആരുടെ ഇല്ലത്തിലെയും തിരക്കാത്തത് എന്റെ കുടുംബത്തിൽ ആരംഭിക്കുകയാണ്. എൻ ഇല്ലത്തിലെ ആരംഭിക്കണം. അതുകൊണ്ട് മറിയ പറഞ്ഞു, ആകയാൽ മറിയ ചൊല്ലുகிறார், ഇത് എപ്പടി നടക്കും പാസ്റ്റർ? ഇത് എപ്പടി സംഭവിക്കും പാസ്റ്റർ? ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു, ആമേൻ. ദൂതൻ ചൊല്ലുகிறார், ഇത് നടക്കാൻ പോവാണ്. ഇത് സംഭവിക്കാൻ പോകുന്നു. പിശാചിന്റെ പ്രവർത്തികൾ അഴിയാൻ പോവാണ്. സാത്താനിൻ ക്രിയകൾ അഴിക്കപ്പെടാൻ പോകുന്നു. ഓ, യേശുവിന്റെ
നാമത്തിൽ കൂപ്പിട്ട് ചൊല്ലുക. യേശുവിൻ നാമത്തിലെ അழைத்து சொல்லுங்க. ദുഷ്ടപിശാചേ, സാത്താനേ, നിന്റെ പ്രവൃത്തികൾ അഴിയാൻ പോവുകയാണ്. உன்னுடைய கிரியைகள் அழிக்கப்படுகிறது. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ പ്രവൃത്തി ഫലിക്കത്തില്ല. என்னுடைய பிள்ளைகள் மேல் உன் கிரியை ஆமென் வருவதில்லை. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നിന്റെ പ്രവൃത്തി ഫലിക്കത്തില്ല. என் குடும்பத்திலே உன்னுடைய கிரியை செயல்படுவதில்லை. മിണ്ടുന്നില്ല. ஆமென், மௌனமா இருக்கிறாங்க. ஹalleluya, துதிங்களே. പാസ്റ്റർ, ദുഷ്ടപിശാച് നിന്റെ പ്രവൃത്തി എന്റെ കുടുംബത്തിൽ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ஆமென், ஆமென், சத்துருவே உன்னுடைய கிரியை என்னுடைய இல்லத்திலே நடக்க கூடாது என்று சொல்லும்போது, അങ്ങനെ പറയുമ്പോ அப்படி சொல்லும்போது, ചുമ്മാ ഇരിക്കുന്നവനെ പിശാച് ഇങ്ങനെ നോക്കിട്ട് പറയാ ബെസ്റ്റ്. ஆமென், சும்மா இருக்கிறவர்களை சாத்தான் பார்த்துட்டு சொல்றான் இது பெஸ்ட் என்று. பெஸ்ட் നീ അങ്ങനെ പറയല്ലേ. நீ அப்படி சொல்லக்கூடாது. திரும்பி ഞാൻ வரேன். ஆமென், நான் உன் இல்லத்துல வரேன். ഞാൻ വന്ന് കേറിക്കോളാം. நான் வந்து ஏறலாம். അങ്ങനെ അനുവദിക്കരുത്. அதற்கு அனுமதி கொடுக்க கூடாது. നിന്റെ സാപ്പാട് കഴിക്കാനല്ല. ஆமென், உன்னுடைய வாய் சாப்பிடுவதற்கு மட்டும், പൊഴി പറയാനല്ല, பொய் சொல்லுவதற்கல்ல, കള്ളം പറയാനല്ല, ஆமென், பொய் சொல்லுவதற்கல்ல, അവൻ ചുമ്മാ ഇവിടെ ജോലിയുടെ കാര്യം വീട്ടിലെ കാര്യം കഥകൾ പറയാനല്ല, வேலையுடைய காரியங்களோ இல்லத்தினுடைய காரியங்களோ கதைகள் சொல்லுவதற்கு, ദർശനം പറയാനുള്ള വായാണ്. தீர்க்க தரிசனம் சொல்ல வேண்டிய வாயா ഞാൻ இருக்கிறது. പറയുന്നു, നീ ആശുപത്രിയിലേക്ക് ആരെ കൊണ്ടുപോകണ്ട. ஆமென், நான் சொல்றேன், நீ ஹாஸ்பிடல்ல யாரையும் மருத்துவமனையில யாரையும் கொண்டு செல்ல வேண்டாம். നിന്റെ വീട്ടിലോട്ട് ആശുപത്രിയെ വെല്ലുന്ന ഡോക്ടറായി യേശു വരുമ്പോൾ, ஆமென், உன்னுடைய இல்லத்திலே மருத்துவமனையை வெல்லுகிற ஆமென் டாக்டர் இயேசு வரும்போது, ആ രോഗാത്മാവിന്റെ ഹീറോ ആയ പിശാച് ഇറങ്ങി ഓടും. ஆமென், வியாதியினுடைய ஹீரோவா இருக்கிற பிசாசு ஓடி போவான். അതുകൊണ്ട് വായ തുറന്നു പറ, ஆகையினால் வாய்களை திறந்து செல்லுவோம். യേശുവിന്റെ സമയമാണിത്. இயேசுவின் நேரமாய் இருக்கிறது. ഞാൻ അതിനാണ് ഇവിടെ വന്നത്. நான் அதற்காக இங்கே ഈ வந்திருக்கிறேன். സൺഡേ ഞാനും യേശുവുമായി കണക്റ്റഡ് ആണ്. இந்த ஞாயிற்றுக்கிழமை நானும் இயேசுவும் தொடர்புள்ளவர்களாய் இருக்கிறோம். പിശാചിന്റെ പ്രവൃത്തികൾ അവസാനിക്കട്ടെ. சாத்தானுடைய கிரியைகள் ஆமென், சொல்லு യേശുവിന്റെ നാമത്തിൽ சொல்லுங்க, பிசாசினுடைய கிரியைகள் ஆமென் கடைசியாய் மாறட்டும். എത്രയോ പിള്ളേരെ പിശാച് കടിച്ചു കൊടയുന്നത്, எத்தனையோ தலைமுறைகளை சாத்தானானவன் ஆமென் விழுங்கிக் கொண்டிருக்கிறான். എത്രയോ പിള്ളേർ പേരൻസിനെ വെട്ടിക്കൊല്ലുന്നു, ചവിട്ടിക്കൊല്ലുന്നു. ஆமென், எத்தனையோ பிள்ளைகள் தாய் தகப்பனை வெட்டி கொலை செய்கிறார்கள். എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. எத்தனையோ குடும்பங்கள் தகர்க்கப்பட்டு கொண்டிருக்கிறது. ഇതാണ് സാത്താന്റെ വാഴ്ച. இதுதான் சாத்தானுடைய அதிகாரம். മറിയമേ, ஆனால் மரியாவே, ഞാൻ ആ സീസണെ ഇല്ലാതാക്കാൻ പോവാണ്. அந்த சூழ்நிலைகளை மாற்றி அமைக்க போகிறேன். I'm going to cut off those dangerous season of devil. ஆமென், இப்படிப்பட்ட சாத்தானுடைய கிரியைகளை நான் அழித்து போட போகிறேன். നിന്റെ വീട്ടിൽ ഇനി അത് കേറാൻ പാടില്ല. உங்களுடைய இல்லத்திலே அது சம்பவிப்பதில்லை. അനുവദിക്കരുത്. நீங்கள் அதற்கு அனுமதி கொடுக்க கூடாது. ഞാൻ മാർത്താണ്ഡത്തിൽ പിശാചിനെ ഓടിക്കാൻ പോവാണ്. மார்த்தாண்டத்திலிருந்து பிசாசை துரத்துகிறேன். അതിന് എനിക്ക് നിന്റെ ആവശ്യമുണ്ട്. அதற்கு எனக்கு ஆமென் நீங்கள் എനിക്ക് தேவைப்படுகிறீர்கள். നിന്റെ ആവശ്യമുണ്ട്. உங்களை எனக்கு தேவைப்படுகிறது. നിന്റെ ഭർത്താവിനെ എനിക്ക് വേണം. உன்னுடைய புருஷன் எனக்கு നിന്റെ வேணும். ശരീരം എനിക്ക് വേണം. உன்னுடைய சரீரம் எனக்கு നിന്റെ കുടുംബത്തെ தேவைப்படுகிறது. എനിക്ക് വേണം. உன்னுடைய குடும்பம் எனக்கு നിന്റെ தேவைப்படுகிறது. മനസ്സ് മുഴുവൻ എനിക്ക് താ. உன்னுடைய மனது எனக்கு கொடு என்று ഞാൻ പിശാചിൻ പ്രവർത്തികൾ അഴിക്കാൻ പോവാണ്. நான் பிசாசின் கிரியைகளை அழிக்க போகிறேன். എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? எத்தனை பேர் ஆமென் சொல்றீங்க? ആരാ പറയുന്നേ? ഗോഡ്, ஆண்டவரே, ആ അഭിഷേകം എനിക്ക് വേണം. அந்த அபிஷேகம் எனக்கு வேண்டும் என்று யார் சொல்றீங்க? ഇതൊക്കെ എങ്ങനെ നടക്കും? ஆமென், இதெல்லாம் எப்படி சம்பவிக்கும்? ഗബ്രിയേൽ പറയാണ്, கப்ரியேல் சொல்லுகிறார், let the holy spirit come upon. ஆமென், பரிசுத்த ஆவியானவர் உன்மேல் வருவார். നിന്റെ പരിശുദ്ധാത്മാവ് വരാൻ പോവാണ്. பரிசுத்த ஆவியானவர் உன்மேல் வர പറ, போகிறார். എനിക്ക് അഭിഷേകം വേണം. அபிஷேகம் வேணும் சொல்லுங்க. എനിക്ക് അഭിഷേകം വേണം. அந்த அபிஷேகம் எனக்கு வேண்டும். ഈ കൺവെൻഷൻ കഴിയുമ്പോൾ இந்த நற்செய்தி பெருவிழா முடியும் போது ഇവിടെ റിപ്പോർട്ട് വായിച്ചെന്ന് വന്നേക്കാം. இங்க ரிப்போர்ட் ஒருவேளை வாசித்திருக்கலாம். മൈക്കുകാരുടെ പൈസ കൊടുത്തു, ஆமென், மைக்குக்கு ஆமென் பணம் கொடுத்து, പാസ്റ്റർമാരുടെ പൈസ കൊടുത്തു, ஆமென் போதகர்களுக்கு காசு കൊടുത്തു, ഫ്ലെക്സിന് ഇത്ര രൂപയായി, ஆமென் ഫ്ലെക്ஸுக்கு വിളവായിட்டு, ചെയറിന് ഇത്ര രൂപയായി, ஆமென் ചെയருக்கு വിളവായിட்டு, ഇത്ര രൂപയായി. சாப்பாடுக்கு விளவாயிட்டு. അമ്മ കുറെ കണക്ക് വായിക്കാൻ പോവാണ്. ஆமென், இந்த கணக்குகள் வாசிக்க போகிறார்கள். 5000 കൊടുത്തോ പറയും, എന്റെ കണക്കില്ലല്ലോ അതിനകത്ത്. ஆமென், 5000 கொடுத்தவங்க சொல்றாங்க என்னுடைய கணக்கு அதற்குள் இல்லையே. മൊത്തം വായിച്ചേ പറ്റത്തുള്ളൂ. ஆமென், எல்லாம் வாசித்து தான் முடியும். ഇതെല്ലാം നടക്കും. இதெல்லாம் சம்பவிக்கும். കർത്താവിനത് വിഷയമല്ല. ஆமென், இது ஒன்றுமே ஆண்டவருக்கு பொருட்டல்ல. ഈ ഓങ്കടിപ്പ് കർത്താവ് ചോദിക്കും, இந்த ஆமென் ஆராதனை முடியும் போது ஆண்டவர் എന്റെ கேட்பார், അഭിഷേകവുമായി നീ എന്തോ ചെയ്തു? ஆமென், என்னுடைய அபிஷேகத்துல நீ என்ன ഈ பண்ணினாய்? 4 ദിവസത്തെ മീറ്റിംഗിന്റെ റിസൾട്ട് നിന്റെ
എന്റെ മേൽ എന്തോ இந்த നടന്നു. 4 நாள் ஆராதனையுடைய மறுபடி உண்மையில் என்ன சம்பவித்தது? പാട്ട് പാടിയുന്നു, பாடினேன் என்று, പ്രസംഗം കേട്ടുന്നു. பிரசங்கத்தை கேட்டேன் என்று. ഏയ് നീ പറ. ஆமென் சொல்லு. ഗബ്രിയേൽ എന്റെ വീട്ടിൽ വന്നു. கபிரியேல் என்னுடைய இல்லத்திலே வந்தான். നീ വെറുതെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ஆமென் நீ வீணாய் கடந்து போக நான் விடுவதில்லை. എനിക്കിത് കേട്ടോണ്ടിരിക്കാനല്ല, ஆமென் இதை கேட்டுக்கொண்டிருப்பதற்கல்ல. ഇത് എന്റെ മേൽ നടക്കണം. இது என்மேல் சம்பவிக்க வேண்டும். അഭിഷേകം എന്റെ മേൽ ചലിക്കണം. அபிஷேகம் என்மேல் வெளிப்பட வேண்டும். ഭൂതങ്ങൾ പുറത്തു പോകുന്നത് എനിക്ക് കാണണം. ஆமென் பூதங்கள் வெளிப்படுகிறது நான் വ്യാധികൾ பார்க்கணும். സൗഖ്യമാകുന്നത് എനിക്ക് കാണണം. வியாதிகள் விடுதலையாக்கப்படுகிறது நான் பார்க்கணும். നീ പറഞ്ഞ കുഞ്ഞ് എന്നിൽ നിന്ന് ജനിക്കുമ്പോൾ நீ சொன்ன குழந்தை என்னிலிருந்து வெளிப்படும் ആ போது കുഞ്ഞ് ഉപയോഗിക്കപ്പെടുന്നത് എനിക്ക് കാണണം. அந்த பிள்ளை உபயோகப்படுத்தப்படுகிறது நான் பார்க்கணும். അതിനെ കുറിച്ച് എന്നോട് നീ പറയണം. அதை குறித்து என்னிடத்தில் சொல்லணும். ഗബ്രിയേൽ പറയുന്നു അവൻ വലിയവനാകും. ஆமென் கபிரியேல் சொல்றான் அவன் பெரியவனாய் ഓ இருப்பான். ചൊല്ലുക അവൻ വലിയവനാകും. சொல்லுங்க அவர் பெரியவனாய் இருப்பான். ഓ പറ ചില വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാണ്. சொல்லுங்க சில பெரிய காரியங்கள் நடக்க പറ போகிறது. എന്റെ വീട് വലിയ കാര്യങ്ങളുടെ വീടാണ്. என்னுடைய வீடு பெரிய காரியங்களுடைய வீடா ഓ இருக்கிறது. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വിരൽ ചൂണ്ടിയേ. உங்களுடைய பிள்ளைகளை வந்து വിരൽ விரல் ചൂണ്ട്. சூண்டுங்க. കുഞ്ഞുങ്ങളുള്ളവരിങ്ങനെ ഒന്ന് വിരൽ ചൂണ്ടിക്കേ. உங்களுடைய பிள்ளைகள் உள்ளவங்க பிள்ளைகளை பார்த்து உங்க கையை நீட்டுங்க. അയ്യോ, കൈ ചൂണ്ട്. கையை வந்து நீட்டுங்க உங்க ഉയർത്തി பிள்ளைகளை ചൂണ്ട്, பார்த்து. ഉയർത്തി ചൂണ്ട്. ஆமென் நீட்டுங்க உங்க பிள்ளைகளை பார்த்து. കൈ ഹല്ലേലൂയ പറയാനല്ല, ചൂണ്ടാൻ. அல்லேலியா சொல்லுவதற்கல்ல உங்க கரங்களை வந்து நீட்டுங்க, ചൂണ്ടി നീട്ടുங்க. അയ്യോ സാമ്പാർ കഴിക്കുമ്പോ എന്താ മുരിങ്ങക്കോൾ വലിച്ച്. ஆமென் சாம்பார் சாப்பிடும் போது முருங்கைக்காய் സാമ്പാർ സാമ്പാർ മോർ തണ്ണി കൊടു തണ്ണി കൊടു. വായ്ക്ക് ഇമ്പടിയെ തുറക്കും. ചൂണ്ടാൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പേര് ഉച്ച കഴിയുമ്പോ നിങ്ങൾ ശാപ്പെടുന്നത് എങ്ങനെയാണെന്ന് കാണാൻ. ஆமென் மத்தியானத்துக்கு மேல കയ്യെ ചൂണ്ടി കാണിച്ചേ. ஆமென் கையை வந்து ചൂണ്ടി காமிங்க. നിങ്ങളുടെ മക്കൾക്ക് നേരെ ചൂണ്ടി പിടിക്കും. உங்க பிள்ளைகளுக்கு நேராக உங்க கையை நீட்டுங்க. പറ യേശുവിന്റെ നാമത്തിൽ. சொல்லுங்க இயேசுவின் நாமத்திலே. പറ പ്രവചിക്ക് യേശുവിന്റെ നാമത്തിൽ. தீர்க்கதரிசனம் சொல்லுங்க இயேசுவின் நாமத்திலே. ഞാനൊരു ദൂതോടെ പറയാം. நான் ஒரு ஆமென் தேவ வார்த்தையை சொல்றேன். കുഞ്ഞ് ജനിച്ചിട്ട് പോലുമില്ല. ஆமென் குழந்தை ஆமென் பிறந்தது போலும் இல்லை. ഗബ്രിയേൽ പറയുന്നു അവൻ വലിയവനാകും. கபிரியேல் சொல்றான் அவன் பெரியவனாய் இருப்பான். പറഞ്ഞത് തന്നെയാണ്. சொன்னதுதான் தேவ பிள்ளை. നീ പറ എന്റെ കുഞ്ഞുങ്ങൾ വലിയവരാകാൻ പോവാണ്. நீங்க சொல்லுங்க என் பிள்ளைகள் பெரியவர்களாக അവര് போவார்கள். പോലീസ് സ്റ്റേഷനിൽ കയറി തല്ലി വാങ്ങത്തില്ല. அவர்கள் காவல் நிலையத்தில் சென்று அடி வாங்குவதில்லை. അവർ ജയിലിൽ കയറി കിടക്കേണ്ടി വരത്തില്ല. அவர் சிறைச்சாலையில் இருப்பதில்லை. അവർ ജയിലുകളെ ബ്രേക്ക് ചെയ്യുന്നവരാകും. அவர்கள் சிறைச்சாலைகளை உடைக்கிறவர்களாய் അവർ மாறுவார்கள். വലിയവനാകും. அவன் பெரியவனாய் மாறுவான். சொல்லுங்க. ഞാനൊന്ന് പ്രവചിച്ചു പറഞ്ഞോട്ടെ. ஆமென் நான் ஒரு தீர்க்கதரிசனமாய் சொல்லட்டுமே. നിങ്ങളുടെ വീട് വലിയ കാര്യങ്ങളുടെ വീടാകട്ടെ. உங்களுடைய இல்லம் பெரிய காரியங்களை செய்கிற இல்லமாய் மாறட்டும். ഒരുപാട് വീടുകളെ ദുരന്തമാക്കി മാറ്റി പിശാച്. ஆமென் அநேக வீடுகளை சாத்தான் தகர்த்து கொண்டிருக்கிறான். ഒരുപാട് കുടുംബങ്ങളെ തകർത്ത് കളഞ്ഞു. அநேக குடும்பங்களை உடைத்து கொண்டிருக்கிறான். പക്ഷേ യേശു മറിയോട് പറയാണ്. ஆனால் இயேசு மரியாதை சொல்லுகிறார். ഗബ്രിയേലിലൂടെ യേശു പറയാണ്. கபிரியேல் தூதன் முகாந்திரமாய் இயேசு சொல்லுகிறார். Give me a chance. ஆமென் ஆமென் சந்தர்ப்பத்தை கொடு. ഒരു അവസരം എനിക്ക് താ. ஒரு சந்தர்ப்பத்தை எனக்கு கொடு. നിന്റെ ഗ്രാമത്തെ ദുരന്ത ഭൂമിയാക്കിയ, உன்னுடைய கிராமத்தை ஆமென் இல்லாமல் அழித்து போட்டு കഴിഞ്ഞ നീണ്ട നാളുകളിൽ ദുരന്തം നിറച്ച പിശാചിനെ തകർക്കാൻ ஆமென் அநேக நாட்களாய் ஆண்டுகளாய் தகர்த்து கொண்டிருந்த சத்துருவை தகர்க்கும்படியாய் എനിക്ക് നിന്റെ ശരീരം ആവശ്യമുണ്ട്. எனக்கு உன்னுடைய சரீரம் தேவைப்படுகிறது. അതിനോട് കണക്ക് തീർക്കാൻ அது ஆமென் இந்த சத்துருவோடு கணக்கு சொல்லுவதற்காக ഞാൻ നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ പോവാണ്. நான் உன்னுடைய தலைமுறையை உபயோகப்படுத்த ഈ போகிறேன். പിള്ളേരെ ദൈവം ഉപയോഗിക്കട്ടെ. பிள்ளைகளை கர்த்தர் உபயோகிக்கட்டும். ഇവരെ ആത്മാവിന്റെ കൊടുങ്കാറ്റുകളായി മാറട്ടെ. ஆமென் இவர்கள் ஆவியில் அனல் உள்ளவர்களாய் மாறட்டுமே. ഇവരുടെ വായിലെ വാക്ക് പിശാചിന് ഭയമാകട്ടെ. இவர்களுடைய வாயின் வார்த்தைகள் சாத்தான் பயப்படுகிறதாய் ഞാൻ மாறட்டும். അതുപോലെ ഒരു കുഞ്ഞിനെ നിനക്ക് തരാൻ പോവാണ്. அதுபோல ஒரு பிள்ளையை உனக்கு கொடுக்க போகிறேன். നിന്റെ വീട്ടിൽ നിന്ന് ഒരു തലമുറ പുറത്തു വരാൻ പോകാണ്. உன்னுடைய இல்லத்திலிருந்து ஒரு தலைமுறை வெளிப்பட ഓ போகிறது. ആമീൻ പറ. ஆமென் சொல்லுங்க. യേശുവിന്റെ നാമത്തിൽ இயேசுவின் நாமத்தினாலே എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നാലും, எத்தனை ஆமென் அதிகாரிகள் காவல்துறை அதிகாரிகள் എല്ലാ வந்தாலும், വിംഗ് കമാൻഡർമാർ വന്നാലും, ஆமென் அநேக கமாண்டர்கள் வந்தாலும், എല്ലാ ഡോക്ടർമാർ വന്നാലും, எவ்வளவு மருத்துவர்கள் എല്ലാ வந்தாலும், സേനാധിപതികൾ വന്നാലും, எவ்வளவு சேனை அதிபதிகள் வந்தாலும் നിന്റെ മക്കളെ പോലെ ആരും ആകത്തില്ല. உன்னுடைய பிள்ளைகளை போல யாரும் மாறுவதில்லை. അവൻ വലിയവനാകും. பெரியவனாய் மாறுவான். சொல்லுங்க, അവൻ വലിയവനാകും. அவன் വലിயவன பெரியவனாய் மாறுவான். പറ, ഞാൻ വെറുതെ ജീവിക്കത്തില്ല. சொல்லுங்க நான் ஆமென் வீணாய் ഞാൻ வாழ்வதில்லை. വെറുതെ ജീവിക്കത്തില്ല. நான் வீணாய் வாழ்வதில்லை. ഞാൻ വെറുതെ ഇന്ന് പകൽ ഇവിടെ നിൽക്കത്തില്ല. நான் சும்மா இங்க வந்து உட்காருவதில்லை. ഞാൻ വലിയവനാകും.
நான் பெரியவனாய் എന്റെ ഫാമിലി വലിയ ഫാമിലി ആകും. ஆமென் என் குடும்பம் பெரிய குடும்பமாய் மாறும். Oh, come on, say പ്രവചിക്ക്. சொல்லுங்க தீர்க்கதரிசனம் சொல்லுங்க என் குடும்பம் பெரியதாய் மாறும். There will be a time. ஆமென் ஒரு சமயம் இருக்கிறது. നിന്റെ മകന് വേണ്ടി ഒരു സമയമുണ്ട്. ஆமென் உன்னுடைய மகனுக்கு ஒரு நேரம் கொடுக்கப்பட்டிருக்கிறது. 30ാമത്തെ വയസ്സാകുമ്പോൾ 30வது வயதாகும்போது ഇന്ന് നീ കേട്ട ദൂത് ഞാൻ നിവൃത്തിയാക്കും. இன்னைக்கு நீ கேட்டிருக்கிற தேவ வார்த்தை ஆமென் நிவர்த்தீகரிக்கப்படும். എത്ര പേര് പറഞ്ഞു എന്റെ കുടുംബം വലിയ കാര്യങ്ങളുടെ കുടുംബമാണ്? எத்தனை பேர் சொல்றீங்க என்னுடைய குடும்பம் பெரிய காரியங்களுடைய குடும்பமாய் ഈ மாறும். യോഗം കഴിയുമ്പോൾ നീ അത് കാണാനായിട്ട് പോകും. இந்த ஆராதனை முடியும் போது அதை பார்க்க போகிறாய். നീ അതിലേക്കാണ് നീ സഞ്ചരിക്കുന്നത്. ஆமென் அதை பார்த்து தான் நீ ஆமென் நடக்க ഇവിടെ போகிறாய். മുതൽ നിന്റെ ഓരോ സ്റ്റെപ്പും വലിയതിലേക്കാണ്. நீ நடக்கிற ஒவ்வொரு ஸ்டெப் நீ பெரியவைகளை காண்பாய். ഞാൻ വലിയ കാര്യങ്ങളെ കാണാൻ പോവാണ്. நீ பெரிய காரியங்களை காண ഓ, போகிறாய். ഞാൻ വലിയ കാര്യങ്ങളുമായി കണക്റ്റഡ് ആണ്. நீ பெரிய காரியங்களில் தொடர்புடையவளாய் மாற ഓ, போகிறாய். എനിക്ക് ഓരോരുത്തരെ വിരൽ ചൂണ്ടി പ്രവചിക്കാൻ തോന്നുന്നു. ஆமென் ஒவ்வொருவரையும் ஆமென் விரல் சூண்டி தீர்க்கதரிசனம் சொல்ல ചില தோன்றுகிறது. വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. பெரிய காரியங்களுக்காக பர, 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 பர. சொல்லுங்க. ഞാൻ തകരാനല്ല ജനിച്ചത്. நான் உடைக்கப்படுவதற்கல்ல பிறந்தது. ഞാൻ പൊളിയാനല്ല ജനിച്ചത്. நான் உடைக்கப்பட அல்ல பிறந்தது. ഈ നരയെ നോക്കി ഞാൻ പറയുന്നു. ஆமென் இந்த நரையை பார்த்து நான் ഈ சொல்லுகிறேன். നരയെ നോക്കി ഞാൻ പറയുന്നു. ஆமென் இந்த நரையை பார்த்து நான் சொல்லுகிறேன். വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തല നരയ്ക്കുന്നത്. பெரிய காரியங்களுக்காகத்தான் இந்த தலை நரைக்கிறது. നിന്റെ വസ്ത്രത്തിന്റെ നൂല് വരെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി റെഡിയാകട്ടെ. உன் வஸ்திரத்தின் நூல்கள் கூட பெரிய காரியங்களுக்கு ஆயத்தப்படட்டும். ഓ, ഷൗട്ട് ഹല്ലേലൂയ. ஹalleluya. ഇത് എപ്പടി നടക്കും? இது எப்படி சம்பவிக்கும்? എന്നോട് ചോദിച്ചത് എങ്ങനെ നടക്കും? ஆமென் என்னோடு கேளுங்க எப்படி நடக்கும்? പറ പറ വായ തുറന്ന് ചോദിച്ചേ. வாய்களை திறந்து கேளுங்க. ദൈവത്തോട് ചോദിച്ചേ. தேவனிடத்தில் கேளுங்க. ഇതൊക്കെ എങ്ങനെ നടക്കും? தெய்வமே இது எப்படி சம்பவிக்கும்? ഞാൻ കഴിവുകെട്ടവനാണ്. நான் ஆமென் என்னால் முடியாது. ഞാൻ കുറവുള്ളവനാണ്. நான் குறைவுள்ளவனாய் ഞാൻ இருக்கிறேன். ബലഹീനനാണ്. பலகீனனாய் இருக்கிறேன். എനിക്കൊരു നല്ല പ്രാർത്ഥനാ ജീവിതമില്ല. எனக்கு ஒரு நல்ல ஜெப வாழ்க்கை இல்லை. എനിക്ക് നല്ല ആരാധനയില്ല. எனக்கு நல்ல ஆராதனை இல்லை. എനിക്ക് നല്ല അഭിഷേകമില്ല. எனக்கு நல்ல அபிஷேகம் இல்லை. എന്റെ ഭർത്താവ് എന്നോട് സഹകരിക്കത്തില്ല. என்னுடைய புருஷன் என்னிடத்தில் அவன் தொடர்பு கொள்வதில்லை. എനിക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ല. எனக்கு குடும்பம் உதவி செய்வதில்லை. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? இதெல்லாம் எப்படி சம்பவிக்கும்? ഉച്ചത്തിൽ ശബ്ദം തൂക്കി ചോദിക്കേ. ஆமென் சத்தத்தை உயர்த்தி தேவனிடத்தில் கேளுங்க. കർത്താവേ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ஆண்டவரே இது எப்படி சம்பவிக்கும்? ശബ്ദം തുറന്ന് പറ, ഇതെങ്ങനെ സംഭവിക്കും? வாய்களை திறந்து கேளுங்க இது எப்படி ഈ சம்பவிக்கும்? വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ നിന്നു തരും? இந்த பெரிய காரியங்களுக்கு நான் எப்படி நின்று கொடுப்பேன்? ചോദിച്ചവർക്കുള്ള മറുപടി, கேட்கிறவர்களுக்குள்ள மறுபடி പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാൻ പോവാണ്. பரிசுத்த ஆவியானவர் மேல் வரப்போகிறார். നീ നിന്നു കൊടുക്കാൻ തയ്യാറാണോ? நீ நின்று கொடுக்க ஆயத்தமா? അങ്ങനെയുള്ളവർ കൈ കാണിച്ചേ. அப்படியுள்ளவங்க கைகளை வந்து காமியுங்களே. ലോകത്തൊരിടത്തും നടക്കാത്ത വലിയ കാര്യങ്ങൾ ദൈവം നിന്റെ മേലും എന്റെ മേലും ചെയ്യട്ടെ. உலகில் எங்கும் நடைபெறாத பெரிய காரியங்களை தேவன் உங்களிலே என்னிலே செய்யட்டுமே. നിന്റെ ഭർത്താവ് ഒരു പരാജയമായിരിക്കത്തില്ല. ஆமென் உன்னுடைய புருஷனுக்கு தோல்வியா இருப்பதில்லை. നീ നിന്റെ ഭാര്യ ഒരു പരാജയമാകത്തില്ല യോസഫേ. ஆமென் யோசேப்பினுடைய மனைவி ஒரு ஆமென் தோல்வியாய் மாறுவதில்லை. നിങ്ങളുടെ മക്കൾ ഒരു പരാജയമാകത്തില്ല. உன்னுடைய பிள்ளைகள் உனக்கு ஒரு தோல்வியாய் மாறுவதில்லை. വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാണ്. பெரிய காரியங்கள் சம்பவிக்க ഒന്നുകൂടെ போகிறது. പ്രവചിക്കുന്നു. ஆமென் ஒன்று கூட தீர்க்கதரிசனம். ഇന്ന് രാത്രി ഈ നിമിഷം മുതൽ இந்த பகல் வேளை முதல் ഇവിടം വരെ പിശാച് സെറ്റ് ചെയ്തത് മുഴുവൻ ஆமென் യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. இதுவரை சத்துரு கிரியை செய்தது முழுவதும் ஆமென் தகர்க்கப்படுவதாக യേശുവിന്റെ നാമത്തിൽ. இயேசுவின் நாமத்தினாலே. അയ്യോ, ഇത്രേ സന്തോഷമേ ഉള്ളൂ. ஆமென் இவ்வளவு சந்தோஷம் தான் உண்டா? ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നാൽ അവിടെ ചെല്ലുന്നവർക്ക് ഒരു ആവേശമുണ്ട്. ஆமென் மந்திரவாதியிடத்தில் கடந்து போனால் போகிறவர்களுக்கு ஒரு ஆமென் ஒரு சூழ்நிலை உண்டு. ഭയങ്കര ആവേശമുണ്ട്. ஆமென் ஒரு எதிர்பார்ப்பு உண்டு. ഈ ആശുപത്രി ചെന്ന ഭയങ്കര ക്യൂ നിൽക്കുകയാണ്. ஆமென் ஹாஸ்பிடல்கள்ல கியூபில் நிற்கிறார்கள். മുമ്പിൽ നിൽക്കുന്നവരൊന്ന് മാറി തന്നിരുന്നെങ്കിൽ, ஆமென் முன்னாடி நிற்கிறவர்கள் என்று விலகி கொடுத்தார்கள் என்றால் അത്രയെങ്കിലും ഒരു ആവേശം കാണിക്കേ. அவ்வளவா ஆமென் ஒரு எதிர்பார்ப்பாவது காமியுங்கள். നിന്റെ കുടുംബത്തിന്റെ സ്ട്രക്ചർ ദൈവം മാറ്റട്ടെ. உன்னுடைய குடும்பத்தினுடைய சூழ்நிலையை கர்த்தர் மாற்றட்டுமே. ലെവല് ദൈവം മാറ്റട്ടെ. ஆமென் உன்னுடைய குடும்பத்தின் லெவல் கர்த்தர் மாற்றட்டுமே. പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. பரிசுத்த ஆவியானவர் எனக்கு தேவை. എനിക്ക് അന്യഭാഷയുണ്ട് പാസ്റ്റർ. எனக்கு അന്യ ഭാഷ ഉണ്ട് പാസ്റ്റർ. അത് പോരാന്ന് പറയുന്നവരുന്ന് കൈ அது കാണിച്ചേ. போதாது என்று சொல்லுகிறவர்கள் கைகளை എനിക്ക് உயர்த்துங்கள். അഭിഷേകമുണ്ട്, അത് പോരാ പാസ്റ്റർ. எனக்கு அபிஷேகம் உண்டு அது போதாது பாஸ்டர். ശിംശോനെ പോലുള്ള അഭിഷേകം എനിക്ക് വേണം.
சிம்சனை போലുള്ള அபிஷேகம் எனக்கு தேவை. രാജാക്കന്മാർ തോറ്റു നിൽക്കുമ്പോൾ ദാവീദിന്റെ മേൽ വ്യാപരിച്ച പോലുള്ള അഭിഷേകം എനിക്ക് വേണം. ராஜாக்கள் தோல்வியில நிற்கும்போது தாவீதை போലുള്ള அபிஷேகம் எனக்கு தேவை. ഏലിയാവിനെ പോലുള്ള അഭിഷേകം എനിക്ക് വേണം. எலியாவை போലുള്ള എലീശായെ പോലുള്ള അഭിഷേകം എനിക്ക് വേണം. எலிசாவை போലുള്ള அபிஷேகம் எனக்கு தேவை. ഈ കൺവെൻഷന്റെ റിസൾട്ട് അതാണ്. இந்த நற்செய்தி பெருவிழாவுடைய மறுபடி அதுதான். ഉച്ചത്തിൽ പറ പരിശുദ്ധാത്മാവേ. ஆமென். சத்தமா சொல்லுங்க பரிசுத்த ஆவியானவரே. പരിശുദ്ധാത്മാവേ. கூப்பிடுங்க பரிசுத்த ஆவியானவரே. പരിശുദ്ധാത്മാവേ ആര് വിളിക്കുമോ? பரிசுத்த ஆவியானவரை யார் கூப்பிடுவார்களோ? അശുദ്ധാത്മാവ് നടക്കുന്നതാണ്. பரிசுத்த ஆவியானவர் நடைபெறுகிறார். അശുദ്ധാത്മാവ് ഭയപ്പെടുകയാണ്. ஆமென். அசுத்த ஆவி பயப்படுகிறது. சொல்லுங்க പരിശുദ്ധാത്മാവേ. பரிசுத்த ஆவியானவரே. ഈ മാർത്താണ്ഡത്തിന് മീരിയ ശബ്ദം ഉയരട്ടെ. இந்த மார்த்தாண்டத்துக்கு மேல் சத்தம் உயரட்டுமே. വായ തിറക്കുക. வாய்களை திறவுங்க. പറ യേശുവിന്റെ നാമത്തിൽ. இயேசுவின் நாமத்திலே ഒരു മറിയയുടെ ശബ്ദം ഇന്നും മുഴങ്ങുന്നു. ஒரு மரியாளுடைய சத்தம் இன்றைக்கு உயர்த்தப்படுகிறது. ആമേൻ. പരിശുദ്ധാത്മാവ്. பரிசுத்த ஆவியானவர். യേശുവിന്റെ നാമത്തിൽ. இயேசுவின் நாமத்திலே. ആരെങ്കിലും ചോദിക്കുക എനിക്ക് പരിശുദ്ധാത്മാവ് വേണോ? ஆமென். யாரெல்லாம் கேட்கிறீங்க பரிசுத்த ஆவியானவர் എന്റെ வேணும்? ബെഡ്റൂമിൽ പരിശുദ്ധാത്മാവ് വേണോ? என்னுடைய அறையிலே பரிசுத்த ஆவியானவர் வேணும். എന്റെ കിച്ചന്റെ അകത്തായി വൺ സീ സ്റ്റാൻഡിംഗ് ഹോളി സ്പിരിറ്റ്. என் கிச்சனிலே ஆமென் பரிசுத்த ஆவியானவர் மூவ் பண்றத എന്റെ பார்க்கணும். ലിവിംഗ് റൂമിൽ ഐ വൺ സീ ഹൗ ദ ഹോളി സ്പിരിറ്റ് ഈസ് മൂവിംഗ്. என்னுடைய அறையிலே பரிசுத்த ஆவியானவர் நடக்கிறத பார்க்கணும். ഞാൻ പോകുന്ന സ്കൂളിൽ, ഞാൻ പോകുന്ന കോളേജിൽ, ഞാൻ പോകുന്ന ജോലി സ്ഥലത്ത് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ വന്നിട്ട് പറയുന്നു there is a holy spirit with you. ஆமென். படிக்கிற ஸ்கூலிலே, படிக்கிற கல்லூரிகளிலே, தொழில் செய்கிற இடங்களிலே பார்க்கிறவர்கள் சொல்லணும் பரிசுத்த ஆவியானவர் ஆமென் வாழ்ந்து கொண்டிருக்கிறார். നമ്മൾ നടന്നു പോകുമ്പോൾ വീട്ടുകാർ പറയണം நாம் நடந்து செல்லும்போது வீட்டில் உள்ளவங்க சொல்லணும் അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. அவன் மேல் பரிசுத்த ஆவியானவர் வாசம் അവനെ பண்ணுகிறார். വീട്ടിക്കുള്ള വിളിക്കണം. அவனை இல்லத்திலே கூப்பிடு. ഓ ഏലീശായുടെ ദൈവം നമ്മുടെ ദൈവമാണ്. ஏலிசாவின் தேவன் நம்முடைய தேவன். ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. எலியாவின் தேவன் நம்முடைய தேவன். ദാവീദിന്റെ ദൈവം എന്റെ ദൈവമാണ്. ദാനിയേലിൻ ദൈവം എന്റെ ദൈവമാണ്. എത്ര പ്രാവശ്യമുണ്ട് ദാനിയേലിന്റെ ദൈവം? ഓ ലവ് യു ദാനിയേൽ. ആ ദാനിയേലൊക്കെ എങ്ങനെ നിന്ന് കൊടുത്തിടോ ദാനിയേലെ. தானியேல் எப்படி நின்று கொடுத்தான்? தானியேல் സിംഹങ്ങളുടെയൊക്കെ വായടഞ്ഞു പോയി. சிங்கங்களுடைய வாய் அடைக்கப்பட்டது. മാർത്താണ്ഡത്തെ ക്യാൻസറിന്റെ വായടയ്ക്കാൻ, மார்த்தாண்டத்துல கேன்சரோட வாய் அடைக்கப்படும்படி, രോഗാത്മാവിന്റെ വായടയ്ക്കാൻ வியாதி ദാനിയേലിന്റെ ദൈവം மண்டலத்தில் നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കട്ടെ. அடைக்கப்படும்படி தானியேலின் தேவன் நம்மோடு கூட செயல்படுவாராக. കടഭാരത്തിന്റെ വായടയ്ക്കണം. கடபாரத்தினுடைய வாய்கள் அடைக்கப்படணும். വൃത്തികെട്ട ദുരാത്മാവിന്റെ പ്രവർത്തികളുടെ വായടയ്ക്കുന്ന துராத்ம மண்டலத்தினுடைய வாய்கள் அடைக்கப்படுகிறது. ദാനിയേലിൻ ദൈവം എന്റെ ദൈവമാണ്. ദാവീദിന്റെ ദൈവം എന്റെ ദൈവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഗോലിയാത്തെ തകർത്തതാ ദൈവമാണ്. സിംഹത്തിന്റെ വായടച്ച ദൈവമാണ്. മലയാളം ലൈൻ കുഴപ്പമില്ലല്ലോ. ദാനിയേൽ സിംഹം എല്ലാം സെയിം തന്നെയല്ലേ? വേട് ദൈവം സെയിം അല്ലേ? അടച്ചാന്ന് പറഞ്ഞ് സെയിം അല്ലേ? ഓക്കെ, ഒന്ന് പാടിക്കേ. ദാവീദിന്റെ ദൈവം എന്റെ ദൈവമാണ്. നിങ്ങളുടെ ദൈവം ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ മിന്നിരുന്നാ മതി. ദാവീദിന്റെ ദൈവം എന്റെ ദൈവമാണ്. ദാനിയേലിൻ ദൈവം എന്റെ ദൈവമാണ്. അത് പറയുമ്പോഴേ ദാവീദ് പറയും, ദൈവത്തിന്റെ അടുക്കിരുന്നുണ്ട് പറയൂ, ഗോഡ് എന്നെ മാർത്താണ്ഡത്തോട്ട് വിടാമോ? ലെറ്റ് മീ ഗോ ദേർ. அவன் இது சொல்லும்போதே அவன் தாவீது பரிசுத்த ஆவியானவரிடத்துல சொல்லுவான், ஆண்டவரே என்னை மார்த்தாண்டத்துக்கு கொண்டு விடலாமா, அங்க போலாமா? അന്ന് മീറ്റിംഗിന് ഞാനൊന്ന് പോയിട്ട് വരട്ടെ. அந்த ஆராதனையில நான் வந்து கலந்து கொள்ளട്ടെ. പെട്ടെന്ന് ദാനിയേൽ പറയും, ലെറ്റ് മീ ഓൾസോ, ഞാനിവിടെ പോട്ടെ. அவன் சீக்கிரம் தானியேல் கேட்பா, நானும் வந்து கடந்து போகட்டுமா? ആ സിംഹങ്ങൾ പറയും, അയ്യോ. சிங்கம் சொல்லும், ஐயோ നിങ്ങൾ തയ്യാറാവല്ലേ, വായടഞ്ഞു പോകും. நீங்க ஆயத்தப்படக்கூடாது, வாய்கள் அடைந்து போகும். ചിലതിന്റെയൊക്കെ ചില നെഗറ്റീവ് സ്പിരിറ്റിന്റെ ഒക്കെ വായടയണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? சில பொல்லாத கிரியைகளுடைய வாய்கள் அடைக்கப்பட வேண்டும் என்று எத்தனை பேர் விரும்புறீங்க? അഗ്നിയിൽ ഇറങ്ങി വന്ന ദൈവമാണ്. അത് പറയുമ്പോ ഒരു ആവേശം വേണം. നൂറ്റാണ്ടുകൾക്കൊന്നും അഗ്നിയിൽ ഇറങ്ങി വന്ന ദൈവം
മാർത്താണ്ഡത്തു എന്റെ ദൈവമാ പറയുന്ന സന്തോഷം. അഗ്നിയിൽ ഇറങ്ങി വന്ന ദൈവമാണ് മോശയുടെ ദൈവം, എന്റെ ദൈവമാണ്. ചെങ്കടൽ പിളർന്ന ദൈവം എന്റേതാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഭയങ്കര ചെങ്കടൽ പിളർന്ന റജി നാരായണന്റെ ആണ് എന്നൊക്കെ പഠിക്കും. എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾക്കല്ലെങ്കിൽ ചെങ്കടൽ പിളർന്ന ദൈവം എന്റേതാണ്, മറയെ മധുരമാക്കി തന്നതാണ്, മറയെ മധുരമാക്കി തന്നതാണ്. എല്ലാ കയ്പും മാറും. ആമീൻ പറ. എല്ലാ കസപ്പും മാറും. ആമേൻ சொல்லுங்களே. എത്രയോ ബന്ധുക്കൾ തമ്മിൽ കയ്പ്. എത്രയോ ഉறவினர்கள் കസപ്പை കൊടുത്താர்கள். എത്രയോ അയൽവക്കക്കാർ തമ്മിൽ കയ്പാണ്. ആമേൻ. നമ്മുടെ ഉறவினர்கள் എത്രയോ പേർ കസപ്പை മറയെ മധുരമാക്കി, മറയെ മധുരമാക്കി തന്നതാ. തരും കേട്ടോ. അവൻ നീ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് പാടിയാലോ. ഏലിയാവിൻ ദൈവം എന്റെ ദൈവമാണ്, എലീശാവിൻ ദൈവം എന്റെ ദൈവമാണ്. എലിയാവിൻ ദൈവമൻ ദൈവമാണ്, എലീശാന്റെ ദൈവമൻ ദൈവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പാ ഇവിടെ ഒരു പുതപ്പ് വീഴും. ആമേൻ. அப்படி என்று சொன்னால் ஆமென் நிச்சயமாய் ஒரு போர்வை இங்க விழும். യോഗം കഴിഞ്ഞു പോകുമ്പോൾ ഒരു പുതപ്പിന്റെ പീസ് കൈ കാണും. ആമേൻ. ആരാധന முடித்து கடந்து പോകുമ്പോൾ ഒരു സാൽവൈ നമ്മുടെ കരങ്ങളിൽ. എനിക്ക് ആ മാന്റൽ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. എത്ര പേർ அந்த மாற்றம் எனக்கு தேவை என்று മാന്റൽ പുതപ്പ്. ആമേൻ. സാൽവൈ தேவை என்றுள்ளவங்க അതും കൊണ്ട് പോകുന്ന വഴികളിലെല്ലാം തടസ്സങ്ങൾ മാറിപ്പോകും. ആമേൻ. ഇதை கொண்டு கடந்து പോകുന്ന ഇടങ്ങളിലെ തടയങ്ങൾ മാറിപ്പോകും. അങ്ങനെ ചില എലീശാമാരെ ആ കർത്താവ് ഇന്ന് പകൽ ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നു. அப்படிப்பட்ட എലീശാவைத்தான் கர்த்தர் இந்த பகலிலே ஆமென் கண்டிருக்கிறார். നെഗറ്റീവ് അടിക്കുന്നവർ കാണും ഒരു സൈഡിൽ. ആമേൻ. ഒരു പുറത്തിലെ നെഗറ്റീവായി പേசுகிறவர்களும் உண்டு. അവരോട് പറയും പോവല്ല, അവിടെ തന്നെ നിന്ന് കണ്ടോളാൻ പറ. ആമേൻ. അവர்களிடத்தில் சொல்லுங்க போக கூடாது, இங்க நின்று நீங்கள் பார்த்துக் கொள்ளுங்கள். നീ നെഗറ്റീവ് അടിച്ചോ, ഞങ്ങൾ പുറപ്പ് പിടിച്ചോളാം. ആമേൻ. എതിരായി പേசிக்கொണ്ടது நான் സാൽവയെ പിടിத்துக் കൊള്ളുகிறேൻ. നമുക്ക് 12 ഓർത്തെ എന്നാ എഴുന്നേക്കാം, പെട്ടെന്ന് നിർത്താം. ചാപ്പാട് റെഡി. ചാപ്പാട് മുമ്പേ റെഡി ആയില്ല, അതുകൊണ്ടാണ് ഇത്രയും പോയത്. ഇപ്പൊ ചാപ്പാട് എഴുന്നേക്ക്. ഒന്ന് എളുമ്പുവേ. ഐ ലവ് യു ചർച്ച്. എനിക്കറിയാം. അതുകൊണ്ട് ഈ മസിലൊന്നും പിടിച്ചോണ്ടിരിക്കരുത്. ഇവിടെ പുതപ്പ് ആമ്പിള്ളേർ പുതപ്പടിച്ചോണ്ട് പോകുന്നു പറ. ആമേൻ. யாரும் பலன் பிடித்து உட்கார கூடாது. ஆமென். தேவ சமூகத்தில் இருக்கிறவங்க சால்வையை பிடித்துக் கொள்வார்கள். അതൊന്നുമല്ല, നിനക്ക് വേണേ പിടിച്ചോളൂ, അല്ല ഞാൻ தேவைப்பட்டால் பிடித்துக் கொள்ளுங்க, இல்லைன்னா பக்கத்தில் இருக்கிறவங்க பிடிச்சிட்டு போயிடுவாங்க. പുറപ്പും കൊണ്ട് പോകാനായിട്ട് വന്ന പിള്ളേർ ഇതിനകത്തുണ്ട്. ആമേൻ. സാൽവയെ കൊണ്ടുപോവதற்காக വന്ന பிள்ளைகள் இதற்குள்ளுണ്ട്. അഭിഷേകം കൊണ്ട് പോകാൻ വന്നവരെന്ന് കൈ കാണിച്ചേ. அபிஷேகத்தை பெற்றுக்கொண்டுதான் போக வந்தவங்க கை வைத்துங்களே. ஹல்லேலூயா. ഉറപ്പാ നിന്റെ കൈ ഇങ്ങനെ കൈ കാണിച്ചേ. ആമേൻ. இப்படி வந்து கையை காமிங்க. ഇത്രയും ദൂരത്ത് അഭിഷേകം വന്നിപ്പോട്ടെ. ആമേൻ. ഇവളவு ദൂരത്തിലെ അഭിഷേകം വന്ന് നിൽക്കുന്നത്. നിങ്ങൾ പിടിച്ചാൽ മതി. ആമേൻ. നിങ്ങൾ ഒന്ന് പിടിത്തെടുത്താൽ പോതും.